മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ നോക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് പ്രൊക്ലൈംഡ് മെയ് 25 as വേൾഡ് ഫുട്ബോൾ ഡേ. യുണൈറ്റഡ് നേഷൻസ് മെയ് 25 വേൾഡ് ഫുട്ബോൾ ഡേ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് മെയ് 25 തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യം നടന്നിട്ട് ഈ മെയ് 25 ഈ വർഷം മെയ് 25 100 വർഷം തികയാണ്, 100th ആനിവേഴ്സറി ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് മെയ് 25 1924 സമ്മർ ഒളിമ്പിക്സ് ഗെയിംസ് പാരീസിൽ വെച്ച് നടന്നതിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് അതിന്റെ ഭാഗമായി നടന്നു. അപ്പൊ അങ്ങനെയാണ് 25th മെയ് വേൾഡ് ഫുട്ബോൾ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ആവശ്യകത UN തിരിച്ചറിയുന്നത്, UN അങ്ങനെ ഒരു പ്രൊക്ലമേഷൻ നടത്തുന്നത്. അപ്പോ ലിബിയയുടെ UN അംബാസിഡർ ഉണ്ട്, താഹിർ എൽ സോണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഈ റെസൊല്യൂഷൻ UN ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഫിഫയെ കുറിച്ച് കൂടെ നമുക്ക് നോക്കാം. ഫിഫ ഫൗണ്ട് ചെയ്തത് 21st മെയ് 1904 ഇത് പാരീസിലാണ് ഫൗണ്ട് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സുറിച്ചാണ്, സ്വിറ്റ്സർലൻഡ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ ആണ്. നെക്സ്റ്റ്, ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ടു കണ്ടക്ട് ദ 7th എഡിഷൻ മിലിറ്ററി എക്സസൈസ് ശക്തി. അപ്പം ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കറണ്ട് അഫയേഴ്സ് റീസെന്റ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷനിൽ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കറണ്ട് അഫയേഴ്സും നോക്കി വെക്കണം. അപ്പൊ ഇപ്പോൾ നമുക്ക് ഈ മിലിറ്ററി എക്സസൈസ് ശക്തിയെ കുറിച്ച് നോക്കാം. മെയ് 13 മുതൽ മെയ് 26 വരെയാണ് ഈ ഒരു എക്സസൈസ് ശക്തി നടക്കുന്നത്. മേഘാലയയിലെ ഉംറോയ് റീജിയനിലാണ് നടക്കുന്നത്. അപ്പൊ 2011 ഇങ്ങനെ ഒരു മിലിറ്ററി എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ശക്തി എന്ന് പറയുന്നത് ഒരു ബൈനിയൽ ട്രെയിനിങ് ഇവന്റ് ആണ്. ബൈനിയൽ എന്ന് പറയുമ്പോൾ 2 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ്. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇന്ത്യയിലും ഫ്രാൻസിലുമാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് എഡിഷൻ നടന്നത് ഫ്രാൻസിൽ വെച്ചിട്ടാണ് നവംബർ 2021. അപ്പോ ഇതില് നമ്മുടെ ഇന്ത്യയിലെ രജ്പുത് റെജിമെന്റിൽ നിന്നുള്ള 90 ആളുകൾ ഇതിനകത്ത് 90 പേഴ്സണൽസ് ഇതിനകത്ത് പ്രൈമർലി പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഒരു പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാതെ ഇപ്പൊ ഫ്രഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് കണ്ടിൻജന്റിന്റെ 90 പേഴ്സണൽസും 13th ഫോറിൻ ലീഗിയൻ ഹാഫ് ബ്രിഗേഡും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഒരു 14-day എക്സസൈസ് ആണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. രജ്പുത് റെജിമെന്റിലെ ആൾക്കാരെ കൂടാതെ തന്നെ മറ്റ് ആർംസ് ആൻഡ് സർവീസസിലെ പേഴ്സണൽസും ഈ എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്, മേഘാലയ ഗെറ്റ്സ് ഫസ്റ്റ് വുമൺ DGP. ഇപ്പൊ മേഘാലയയിലേക്ക് ആദ്യത്തെ DGP വുമൺ DGP വന്നിരിക്കുകയാണ്. ഫസ്റ്റ് വുമൺ DGPയുടെ പേര് ഇഡാഷിഷ നോൺഗ്രാഗ് എന്നുള്ളതാണ്. ഈ നമുക്കറിയാം മേഘാലയ ഒരു ഹിൽ സ്റ്റേറ്റ് ആണ്. മെയിൻ ആയിട്ട് 3 മാട്രിലിനിയർ എത്നിക് കമ്മ്യൂണിറ്റീസ് ആണ് അതിനകത്ത് ഡോമിനേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോ ഫസ്റ്റ് വുമൺ ആണ് DGP പൊസിഷനിലേക്ക് എത്തുന്നത്. ഈ നോർത്ത് ഈസ്റ്റില് സ്റ്റേറ്റ് പോലീസ് ഫോഴ്സസിൽ DGP പൊസിഷനിലേക്ക് എത്തുന്ന ആദ്യത്തെ വുമൺ ആണ് ഇഡാഷിഷ നോഗ്രാങ്. അപ്പൊ മിസ് നോഗ്രാങ് എന്ന് പറയുന്നത് ഖാസി കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. കറന്റ്ലി മേഘാലയ സിവിൽ ഡിഫൻസിന്റെ ഡയറക്ടർ ജനറൽ ആണ്. അപ്പൊ ഖാസീസ് എന്ന് പറയുന്നത് ഒരു മാട്രിലിനിയൽ കമ്മ്യൂണിറ്റി ആണ്. മറ്റു 2 മാട്രിലിനിയൽ കമ്മ്യൂണിറ്റീസ് മേഘാലയയിലുണ്ട്. അവരാണ് ഗാരോസും ജെയിൻഡിയാസും. നെക്സ്റ്റ്, റസ്കിൻ ബോണ്ട് അവാർഡഡ് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. അപ്പൊ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന സാഹിത്യകാരനെ കുറിച്ച് നമുക്കറിയാം. കുഞ്ഞിലെ മുതൽ നമ്മുടെ പല ക്ലാസ്സുകളിലും അദ്ദേഹത്തിന്റെ കഥകളും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു ഓതർ ആണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹത്തിന്റെ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലിറ്റററി ഓർഗനൈസേഷൻ എന്ന് കൊടുത്തിരിക്കുന്ന ഹയസ്റ്റ് ഓണർ ആണ് ഇത്. സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മാധവ് കാശിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു ഓണർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സും കൂടെ നമുക്ക് നോക്കാം. വാഗ്രൻസ് ഇൻ ദ വാലി, വൺസ് അപ്പോൺ എ മൺസൂൺ ടൈം, ആംഗ്രി റിവർ, സ്ട്രേഞ്ചേഴ്സ് ഇൻ ദ നൈറ്റ്, ഓൾ റോഡ്സ് ലീഡ് ടു ഗംഗ, ടെയിൽസ് ഓഫ് ഫോസ്റ്റർ ഗഞ്ച്, ലെപ്പേർഡ് ഓൺ ദ മൗണ്ടെയിൻ ആൻഡ് ടൂ മച്ച് ട്രബിൾ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. 1978 ജുനൂൺ എന്ന് പറയുന്ന ഒരു ഹിന്ദി ഫിലിം ഇറങ്ങിയിരുന്നു. ആ ഹിന്ദി ഫിലിം എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ടിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ നോവൽ ആയിട്ടുള്ള ഫ്ലൈറ്റ് ഓഫ് പീജിയൻസിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസിനകത്ത് ഇന്ത്യൻ റെബലിയൻ ഓഫ് 1857, അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ വേറെയും കുറെ സ്റ്റോറീസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയത് നൈറ്റ് ട്രെയിൻ അറ്റ് ദിയോലി,
Time stops at Shambli and our tree still grow in Dehra. ഇതിൽ our tree still grow in Dehra എന്ന് പറയുന്നത് 1992 സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു കഥയാണ്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സ്കൂൾ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കഥകളാണ്. 2005 അദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചിൽഡ്രൻസ് നോവൽ ഉണ്ട്, ദ ബ്ലൂ അംബ്രല്ല. അതും ഒരു ഫിലിം ആക്കി മാറ്റിയിരുന്നു. ഇത് കൂടാതെ അദ്ദേഹത്തിന് 1999 പത്മശ്രീ അവാർഡും 2019 പത്മഭൂഷൺ അവാർഡും സാഹിത്യ അക്കാദമി ബാൽ സാഹിത്യ പുരസ്കാർ 2012 നൽകി ആദരിച്ചിരുന്നു. നെക്സ്റ്റ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സൈൻ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് MSDE ഫോർ ഡ്രോൺ ദീദി പൈലറ്റ് പ്രൊജക്ട്. യൂണിയൻ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ആണ് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡുമായിട്ട് ചേർത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. 2 പൈലറ്റ് പ്രൊജക്ട്സ്, അത് ഡ്രോൺ ദീദി യോജനയുടെ അണ്ടറിൽ ആണ് വരുന്നത്. അത് നോയിഡയിലും ഹൈദരാബാദിലും. അതിലാണ് ഇവര് ഇങ്ങനെ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദിജിയാണ് നമോ ഡ്രോൺ ദീദി സ്കീം, അത് ശക്ത് നാരി വികസിത് ഭാരത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 11 മാർച്ച് 2024 ലോഞ്ച് ചെയ്തത്. ആക്ച്വലി അത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിലെ അവിടെ അടച്ചിട്ടാണ് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ അവിടെ നിന്നാണ് ആ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വരുന്നത്. അപ്പൊ ഈ ഡ്രോൺ ദീദി സ്കീമിൽ ഗവൺമെന്റ് തിരഞ്ഞെടുക്കുന്ന ഒരു 15,000 വുമൺ ലീഡ് ചെയ്യുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ കണ്ടുപിടിച്ച് അവർക്ക് ഡ്രോൺസിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൽ ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചറിൽ ഡ്രോൺസിനെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ക്രോപ്പ് മോണിറ്ററിംഗിന് യൂസ് ചെയ്യാം, ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, സീഡ്സ് സോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, EAM ഡോക്ടർ S ജയശങ്കർ ഇനാഗ്രേറ്റ്സ് ആർബിട്രേഷൻ ബാർ ഓഫ് ഇന്ത്യ ഇൻ ഡൽഹി. അപ്പൊ EAM എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ S ജയശങ്കർ. അദ്ദേഹം ആർബിട്രേഷൻ ബാർ ഓഫ് ഇന്ത്യ ഭാരത് മണ്ഡപത്തിൽ ന്യൂഡൽഹിയിൽ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ആർബിട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. അതായത് ഔട്ട് ഓഫ് കോർട്ട് ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം. ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടിനെയാണ് ആർബിട്രേറ്റർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹമാണ് ഈ പാർട്ടീസിനെ ചൂസ് ചെയ്യുന്നതും ഡിസ്പ്യൂട്ടിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാർട്ടീസിനെ ചൂസും ചെയ്യുന്നതൊക്കെ വരുന്നത്. നോട്ടഡ് പഞ്ചാബി പോയറ്റ് സുർജിത് പട്ടാർ passes away at 79 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പഞ്ചാബി പോയറ്റ് സുർജിത് പട്ടാർ മരണമടഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ടോപ്പ് ഓണേഴ്സ് ആയിട്ടുള്ള പത്മശ്രീയും സാഹിത്യ അക്കാദമി അവാർഡും 2012 ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവിന് പുതിയ ചെയർമാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ദിലീപ് സംഘാനി എന്നാണ്. IFFCO എസ്റ്റാബ്ലിഷ് ചെയ്തത് 1967 ഇത് എന്ത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണെന്ന് ചോദിച്ചാൽ ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ ഇൻപുട്ട്, അത് മെയിൻ ആയിട്ട് പ്രൈമർലി നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, ഇതിന്റെയൊക്കെ സപ്ലൈ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, കൊക്കക്കോള ഇന്ത്യ അനൗൺസസ് ഇറ്റ്സ് ഫസ്റ്റ് എവർ പാർട്ണർഷിപ്പ് വിത്ത് ഹോക്കി ഇന്ത്യ ഫോർ ദി നാഷണൽ വുമൻസ് ഹോക്കി ലീഗ്. അപ്പം കൊക്കക്കോള ഇന്ത്യ ഫൗണ്ടേഷൻ അവർ ആദ്യമായിട്ട് ഹോക്കി ഇന്ത്യയുമായിട്ട് പാർട്ട്ണർഷിപ്പോട് കൂടി നാഷണൽ വുമൻസ് ഹോക്കി ലീഗ് 2024 വരികയാണ്. അപ്പൊ ഇതിൽ വരുന്നത് അണ്ടർ കൊക്കക്കോള ഇന്ത്യ #ഷീ ദ ഡിഫറൻസ് ക്യാമ്പയിൻ ആണ്. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വുമൻസ് ഹോക്കിനെ അഡ്വാൻസ് ചെയ്യുക, കൂടാതെ പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ ദിലീപ് തിർക്കിയാണ്. Next, Operation Sadbhavana, Indian Army support for North Sikkim's remote communities. അപ്പൊ നോർത്ത് സിക്കിമിലെ റിമോട്ട് കമ്മ്യൂണിറ്റീസ് ഉള്ള 2 വില്ലേജസ് ആണ് നാഗയും റാൻ ഗ്രാഗും. അപ്പൊ അവിടുത്തെ ഈ റിമോട്ട് കമ്മ്യൂണിറ്റീസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സദ്ഭാവന എന്ന് പറയുന്നത്. അവിടെ ആ ഒരു ഏരിയയില്, ആ ഒരു നോർത്ത് സിക്കിം ഏരിയയില് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് നടന്നിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റിലീഫ് മെറ്റീരിയൽസും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണലി മെഡിക്കൽ ക്യാമ്പ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ മെഡിക്കൽ ക്യാമ്പിലൂടെ 150-ലധികം പേഷ്യൻസിന് ഹെൽത്ത് കെയർ സർവീസസും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, ചാഡ് മിലിറ്ററി ഡിക്റ്റേറ്റർ ഇദ്രിസ് ദേബി വിൻസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അപ്പം ഇദ്രിസ് ദേബി അത് ചാഡ് മിലിറ്ററി ഡിക്റ്റേറ്റർ ആണ്. അദ്ദേഹം പ്രസിഡന്റ് ഇലക്ഷൻ ജയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ചാഡില്. അപ്പോ മിലിറ്ററി ലീഡർ ആയിട്ടുള്ള മുഹമ്മദ് ഇദ്രിസ് ദേബി, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ചാഡിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ജയിച്ചു.
ചാഡിന്റെ ക്യാപിറ്റൽ ജമീന എന്നുള്ളതാണ്. അവിടുത്തെ കറൻസി സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക് എന്നുള്ള ഒരു കറൻസിയാണ്. കാമിയ റിത്ത ഷെർപ്പ ക്ലൈംസ് മൗണ്ട് എവറസ്റ്റ് ഫോർ 29th ടൈം. അപ്പോൾ നേപ്പാളിലെ ഒരു മൗണ്ടൈനർ ആണ് കാമിയ റിത്ത ഷെർപ്പ. അദ്ദേഹം മൗണ്ട് എവറസ്റ്റ് 29ാമത്തെ തവണയും ക്ലൈം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ജിംനാസ്റ്റ് സൃഷ്ടി കാന്തഘാലെ വിൻസ് സിൽവർ അറ്റ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ഇന്ത്യയുടെ സൃഷ്ടി കാന്തഘാലെ ഹിസ്റ്ററി തന്നെ കുറിച്ചിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് എവർ ഇന്ത്യൻ ആണ് ഏഷ്യൻ ട്രംപോളിൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ അല്ലെങ്കിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആണ്. സിൽവർ മെഡൽ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ ഷീ ക്ലിഞ്ച്ഡ് ദ സിൽവർ മെഡൽ ഇൻ വുമൺസ് ഇൻഡിവിജ്വൽ ഏജ് ഗ്രൂപ്പ് കാറ്റഗറി അറ്റ് ദ 6th ഏഷ്യൻ ട്രംപോളിൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് ഹെൽഡ് ഇൻ ഹോങ്കോങ് ചൈന. അപ്പൊ ചൈനയിലെ ഹോങ്കോങ്ങിൽ വെച്ചിട്ടാണ് 6ാമത്തെ ഏഷ്യൻ ട്രംപോളിൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അതിൽ വുമൺസ് ഇൻഡിവിജ്വൽ ഏജ് ഗ്രൂപ്പിലാണ് ഇന്ത്യയുടെ സൃഷ്ടിക്ക് സിൽവർ മെഡൽ കിട്ടിയത്. KM Diksha breaks 1500 meter national mark in Nilla meet. അപ്പൊ KM Diksha മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു സ്പോർട്സ് വുമൺ ആണ്. 4:4:7:8 ഈ ഒരു ഡിസ്റ്റൻസ് പ്രീവിയസ് റെക്കോർഡ് ആയിട്ടുള്ള 4:5:3:9 എന്നുള്ള ബാറ്ററി ചെയ്തുകൊണ്ട് റൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് 2024 സക്കീന ഖട്ടൂൺ സെക്യൂർസ് സെക്കൻഡ് ബ്രോൺസ് മെഡൽ ഇൻ തായ്ലൻഡ്. ഇപ്പോ ബെസ്റ്റ് ലിഫ്റ്റ് ആൻഡ് ടോട്ടൽ ലിഫ്റ്റ് കാറ്റഗറീസിലാണ് അവർക്ക് സക്കീനയ്ക്ക് മെഡൽ കിട്ടിയത്. വുമൻസ് അപ് ടു 67 kg ഇവന്റിലും അനദർ ഇന്ത്യൻ ആയിട്ടുള്ള കസ്തൂരി രാജ്മാണിയും ബ്രോൺസ് മെഡലും കരസ്ഥമാക്കിയിരുന്നു. ഏർലിയർ ആയിട്ട് മെൻസ് അപ് ടു 65 kg കാറ്റഗറിയിൽ ഇന്ത്യയുടെ അശോക് മാലിക് ഗോൾഡ് മെഡൽ സെക്യൂർ ചെയ്തിരുന്നു പേഴ്സണൽ ബെസ്റ്റ് ലിഫ്റ്റില് 195 kg. അതുപോലെ മെൻസ് അപ് ടു 49 kg കാറ്റഗറിയിൽ പരംജീത് സിംഗും സിൽവർ മെഡലും നേടിയെടുത്തിരുന്നു. ഇന്ത്യ സ്റ്റാർ ജാവലിൻ ത്രോവർ നീരജ് ചോപ്ര സീൽസ് സെക്കൻഡ് പ്ലേസ് ഫിനിഷ് ഇൻ ദോഹ ഡയമണ്ട് ലീഗ് 2024. ചോപ്രയുടെ ഒരു സ്പിയർ ലാൻഡ് ചെയ്തത് 88.36 മീറ്റർ ആണ്. ജസ്റ്റ് ഒരു 2 സെന്റിമീറ്റർ ടോപ്പറിൽ നിന്ന് 2 സെന്റിമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ടോപ്പർ ആയത് ചെക്കിന്റെ പ്ലെയർ ആയിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്ലെയർ ആയിട്ടുള്ള ജക്കൂബ് വെഡൽചൻ 88.38 മീറ്ററിലാണ് അദ്ദേഹം എഴുതിയത്. അതിന് 2 സെന്റിമീറ്റർ വ്യത്യാസത്തിലാണ് സെക്കൻഡ് പ്ലേസിലേക്ക് വന്നത്. 15th മെയ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആയിരുന്നു. 2024 യുണൈറ്റഡ് നേഷൻസ് 13th ആനിവേഴ്സറി ഓഫ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫാമിലി ആണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ 2024 തീം ഫാമിലീസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. ഇപ്പൊ UN ഈ ഒരു റെസൊല്യൂഷൻ 1997 അഡോപ്റ്റ് ചെയ്തത്. മെയിൻ ആയിട്ട് ഫാമിലീസിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഫാമിലി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഹൈലൈറ്റ് ചെയ്യാനും ടുഗദർനെസിന്റെ ഐഡിയൽസ് പ്രൊമോട്ട് ചെയ്യാനും ഫാമിലി സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഒരു ഇഫേർട്സിനെ കുറിച്ച് ഷോക്കേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. നെക്സ്റ്റ്, യുനെസ്കോ ആഡ്സ് 3 ഇന്ത്യൻ ലിറ്റററി മാസ്റ്റർ പീസസ് ടു മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ. ഇപ്പോ റാം ചരിതമാനസ്, പഞ്ചതന്ത്ര, അതുപോലെ സഹൃദയാലോക ലൊഹാന ഇതെല്ലാം യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ്സ് ഏഷ്യൻ പസഫിക് റീജിയണൽ രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള നറേറ്റീവ്സിനെയൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. മെയിൻ ആയിട്ട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അവരുടെ നമ്മുടെ ഹ്യൂമാനിറ്റി ഷേപ്പ് ചെയ്യും എന്നുള്ള ഒരു ഇതിലാണ് ഇവര് ഇത്തരത്തിലുള്ളതെല്ലാം പ്രിസർവ് ചെയ്യുന്നത്. ഇപ്പൊ രാംചരിതമാനസ് എന്ന് പറയുന്നത് ഓതർ ചെയ്തത് ഗോസ്വാമി തുളസിദാസ് ആണ്. പഞ്ചതന്ത്രയാണെങ്കിൽ പണ്ഡിറ്റ് വിഷ്ണു ശർമ്മയാണ്. സഹൃദയാലോക ലൊഹാന എന്ന് പറയുന്നത് ആചാര്യ ആനന്ദവർദ്ധനാണ് എഴുതിയിരിക്കുന്നത്. ചബഹാർ പോർട്ട് ഡീൽ ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു റിലേഷൻസിനെ കുറിച്ചാണ് ഇവിടെ വരുന്നത്. ചബഹാർ പോർട്ട് ഇറാനിലുള്ള ഒരു പോർട്ടാണ്. അപ്പൊ ഇതൊരു 10 വർഷത്തെ കോൺട്രാക്ട് ആണ്. ഷാഹിദ് ബെഹസ്തി ടെർമിനലില് ചബഹാർ പോർട്ട് ഇറാനിലെ ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ലോങ് ടൈം എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ ഓഫ് ഇറാനും തമ്മിലാണ്. അപ്പൊ IPGL എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 120 മില്യൺ ആണ് ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഈ പോർട്ടിന്റെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ കോൺട്രാക്ട് പീരീഡ് കഴിയുന്നത് വരെ. അപ്പൊ ചബഹാർ എന്ന് പറയുന്നത് ഇറാനിലെ ഓൺലി ഓഷ്യനിക് പോർട്ടാണ്. ഇപ്പൊ 2 മെയിൻ പോർട്ട് ടെർമിനൽസ് ആണുള്ളത് ചബഹാറിൽ. ഷാഹിദ് കലന്താരി പോർട്ടും ഷാഹിദ് ബെഹഷ്ടി പോർട്ടും.
അപ്പൊ ഇതിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ഇഷ്യൂ വോൺ ചെയ്തിരുന്നു. അതായത് ഇറാനുമായിട്ട് ബിസിനസ് ഡീൽസ് വെക്കുന്ന നേഷൻസിന് ഒരു വാർണിംഗ് കൊടുത്തിരുന്നു. ഇറാൻ അതായത് പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് സാങ്ഷൻസ് ഒക്കെ റൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിൽ ഇഷ്യൂ ചെയ്തിരുന്നു. അപ്പൊ ഇന്ത്യക്ക് ചബഹാർ എന്ന് പറയുന്ന ഒരു ഇമ്മൻസ് സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പോർട്ടാണ്. കാരണം അഫ്ഗാനിസ്ഥാനിലേക്ക് റീച്ച് ചെയ്യാനുള്ള റൂട്ട് കൊടുക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ആയിട്ടുള്ള പാകിസ്ഥാൻ വഴി പോകുന്നത് അല്ലാതെ നമുക്ക് ലാൻഡ് ആക്സസ് അതുവഴിയാണുള്ളത്. അപ്പൊ അതല്ലാതെ അവിടത്തേക്ക് അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ എത്താൻ നമുക്ക് ചബഹർ പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ന്യൂ ഡീൽ എന്ന് പറയുന്നത് ഇറാന് ട്രേഡ് റൂട്ട് സൗത്ത് ഏഷ്യയും സെൻട്രൽ ഏഷ്യയും ആയിട്ടുള്ള ഒരു ട്രേഡ് റൂട്ടും കൂടെ നമുക്ക് തരുന്നുണ്ട്. അതായത് കറാച്ചി ബൈപ്പാസ് ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ ഖാഡർ പോർട്ട് ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമുക്ക് നേരിട്ട് സെൻട്രൽ ഏഷ്യയിലേക്കും സൗത്ത് ഏഷ്യയിലേക്കൊക്കെ ഒരു ട്രേഡ് റൂട്ടാണ് ഇത് ഓപ്പൺ ചെയ്തു തരുന്നത്. ഇനി ചബഹാർ എഗ്രിമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ചബഹാർ എന്ന് പറയുന്നത് ഒരു ഡീപ് വാട്ടർ പോർട്ടാണ്. ഇറാന്റെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രൊവിൻസില് മക്രാൻ കോസ്റ്റിലാണ് ഇതുള്ളത്. ഇപ്പൊ ഇറാനിയൻ പോർട്ട് എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയുടെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു പോർട്ടാണ്. ഓപ്പൺ സീലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഗോ ഷിപ്പിന് വേണ്ടി ലാർജ് കാർഗോ ഷിപ്പിന് സെക്യൂർ ആയിട്ടുള്ള ഒരു ഈസി ആക്സസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മോഡേൺ ചബഹാർ എന്ന് പറയുന്നത് 1970s വന്നത്. ടെഹ്റാൻ ഇതിനൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഇറാൻ ഇറാഖ് വാർ 1980s സമയത്ത് തന്നെ. ജനുവരി 2003 പ്രസിഡന്റ് ഖദാമിയും നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയും കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അംബീഷ്യസ് റോഡ് മാപ്പ് സ്ട്രാറ്റജിക് കോർപ്പറേഷന്റെ സൈൻ ചെയ്തത്. അപ്പൊ ഇതിൽ വരുന്ന ഒരു കീ പ്രൊജക്ട് രണ്ട് കൺട്രീസും ഈ ചബഹാറിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് എന്താ പറയാ അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിജി ഇറാൻ 2016 വിസിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു ട്രൈലാറ്ററൽ എഗ്രിമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാൻസിറ്റ് കോറിഡോർ, അതിനെയാണ് ഈ ചബഹാർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് സൈൻ ചെയ്തത്. ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ഹോളി ഓൺ ചെയ്ത ഒരു സബ്സിഡിയറി ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ചബഹാർ ഫ്രീ സോൺ ചബഹാർ പോർട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2018 ഡിസംബർ 24 തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പൊ വരെയും ടോട്ടൽ 2.5 മില്യൺ ടൺസ് ഓഫ് വീറ്റും 2000 ടൺസ് ഓഫ് പൾസസും ട്രാൻസ്ഷിപ്മെന്റ് ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ചബഹാർ പോർട്ട് വഴിയാണ് പോകുന്നത്. അപ്പൊ 2021 ഇന്ത്യ ഏകദേശം 40,000 ലിറ്റേഴ്സോളം എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, അതായത് മാലാത്തിയോൺ ഇറാനിലൂടെ ലോക്കസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്ന പല പ്രദേശങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചബഹാർ ആൻഡ് INSTC. ഇപ്പോ ചബഹാറിനെ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ INSTC എന്ന് പറയുന്ന ഒരു 7,200 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണ്. അതിൽ ഷിപ്മെന്റും റെയിലും റോഡും എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇത് റഷ്യയും ഇന്ത്യയും ഇറാനും കൂടിയാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തത്. ഇന്ത്യൻ ഓഷ്യനെ പേർഷ്യൻ ഗൾഫും അതുവഴി കാസ്പിയൻ സീയും ഇറാൻ വഴി കാസ്പിയൻ സീ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. ഇതുവഴി നമുക്ക് റഷ്യയിലെ നോർത്തേൺ യൂറോപ്പിനെ സെന്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യയിലുള്ള ഒരു സ്ഥലമാണ്, അവിടത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഫോമർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ സുശീൽ കുമാർ മോദി പാസ്ഡ് എവേ 72. അപ്പോൾ നമ്മുടെ മുന്നത്തെ ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ബീഹാറിലെ സുശീൽ കുമാർ മോദി മരണമടഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം സീനിയർ BJP ലീഡറാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആവുന്നത് 2005 അണ്ടർ ദ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ. അദ്ദേഹം വളരെ മെമ്പർ ഓഫ് 4 ലെജിസ്ലേറ്റീവ് ഹൗസസിലും മെമ്പർ ആയ ഒരാളാണ്. അത് ലോക്സഭയിലും രാജ്യസഭയിലും ബീഹാർ അസംബ്ലിയിലും ലെജിസ്ലേറ്റീവ് കൗൺസിലും മെമ്പർ ആയിരുന്നു. മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സ് റിസൈൻസ് as ഗേറ്റ്സ് ഫൗണ്ടേഷൻ co-chair. മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സ് എന്ന് പറയുന്നത് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ co-chairൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇതൊരു നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. മെലിൻഡയും അവരുടെ എക്സ് ഹസ്ബൻഡുമായിട്ടുള്ള ബിൽ ഗേറ്റ്സും കൂടിയാണ് ഇത് ഫൗണ്ട് ചെയ്തത്. വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഫിലാൻട്രോപിക് ഓർഗനൈസേഷൻ ആണ് കഴിഞ്ഞ 20 വർഷമായിട്ട്. നെക്സ്റ്റ്, വിപ്രോ അപ്പോയിന്റ്സ് വിനയ് ഫിറാക്കി as CEO ഓഫ് APMEA സ്ട്രാറ്റജിക് മാർക്കറ്റ് യൂണിറ്റ്. അപ്പൊ വിപ്രോ ഒരു ലീഡിംഗ് IT കമ്പനിയാണ്. അവര് വിനയ് ഫിറാക്കിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് ഏഷ്യൻ പസഫിക് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക സ്ട്രാറ്റജിക് മാർക്കറ്റ് യൂണിറ്റിന്റെ ഹെഡായിട്ട്, അതാണ് APMEA എന്ന് പറയുന്നത്, ഏഷ്യ പസഫിക് ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഒരു സ്ട്രാറ്റജിക് മാർക്കറ്റ് യൂണിറ്റിന്റെ ഹെഡായിട്ട് CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്.
മെയ്ഡ് ഇൻ ഇന്ത്യ പവലിയൻ അറ്റ് വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ് 2024. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യ വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ് 2024 അത് റോട്ടർഡാം നെതർലാൻഡ്സിൽ വെച്ചിട്ട് മെയ് 13 മുതൽ 15 വരെയാണ് നടന്നത്. അതിൽ നമ്മുടേതായിട്ടുള്ള ഒരു പവലിയൻ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ പവലിയൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ജനുവരി 2023 തന്നെ ലോഞ്ച് ചെയ്തിരുന്നു. ഒരു ഓവറോൾ ഔട്ട്ലേ വരുന്നത് 19,744 കോടി രൂപയാണ്. അപ്പൊ ഇന്ത്യ ഒരു അംബീഷ്യസ് ടാർഗറ്റ് ആണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. 5 മില്യൺ മെട്രിക് ടൺസ് 2030 ആകുമ്പോഴത്തേക്കും അത്തരം കപ്പാസിറ്റിയിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഇന്ത്യ ഒരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പോ ഒരു ഡെഡിക്കേറ്റഡ് പോർട്ടൽ ആയിട്ടുള്ള നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറയുന്നത് റീസെന്റ് ആണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ അത് ഈ മിഷൻ എന്ന് പറയുന്നത് ഒരു ഇറ്റ് സെർവ് ആസ് എ വൺ സ്റ്റോപ്പ് ലൊക്കേഷൻ ഫോർ ഇൻഫർമേഷൻ ഓൺ ദി മിഷൻ. ഇപ്പൊ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ ആണ്. ഇത് ഇലക്ട്രോലൈസിസ് പ്രോസസ് വഴി അതായത് ഇലക്ട്രിസിറ്റി റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോളിസിസ് പ്രോസസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ ആണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. വാട്ടർ അതായത് H2O ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ട് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോളിസിസ് പ്രോസസ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റിന്യൂവബിൾ സോഴ്സസ് ആയിട്ടുള്ള വിൻഡ്, സോളാർ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇതെല്ലാം നമുക്ക് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഗ്രീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗ്രീൻ ഹൈഡ്രജന്റെ ഒരു കീ ആസ്പെക്ട് എന്ന് പറയുന്നത് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നില്ല, മറ്റൊരു തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസും എമിറ്റ് ചെയ്യുന്നില്ല. ഇന്ത്യ ടു ഹോസ്റ്റ് ഭാരത് പർവ് അറ്റ് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഫോർ ദ ഫസ്റ്റ് ടൈം. 77th ആനുവൽ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ നടന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പല നടീനടന്മാരും അവിടെ റെഡ് കാർപ്പറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് 14 to 25 മെയ് 2024 വരെയാണ് നടക്കുന്നത്. ഫ്രാൻസിലെ കാനൻസിലാണ് നടക്കുന്നത്. അപ്പൊ ഇന്ത്യ 12-day ഇവന്റിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഭാരത് പർവ് എന്ന് പറയുന്ന കാനൻസ് ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായിട്ട് ഭാരത് പർവ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭാരത് പവലിയോൺ കാനൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം കമ്മ്യൂണിറ്റിക്ക് വേരിയസ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഇതിനകത്ത് പ്രൊഡക്ഷൻ കൊളാബറേഷൻസ് വരും, നോളജ് സെക്ഷൻസ് വരും, ഡിസ്ട്രിബ്യൂഷൻ ഡീൽസ് വരും, അതുപോലെ ബിസിനസ് മീറ്റിംഗ്സ് വരും. പ്രോമിനന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആൻഡ് മീഡിയ പ്ലെയേഴ്സ് എല്ലാം ഇതിനകത്ത് വേൾഡ് അറൌണ്ട് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ഒഫീഷ്യൽ പോസ്റ്ററും ട്രെയിലറും 55th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ IFFI 2024 ഈ ഭാരത് പർവിൽ വെച്ചിട്ടാണ് അൺവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ വർഷത്തെ IFFI എന്ന് പറയുന്നത് ഗോവയിൽ നവംബർ 20 മുതൽ 28 വരെയാണ് നടക്കാൻ പോകുന്നത്. SAI Wales return to Argentina after century. Giant blue gray sea whales അവര് അർജന്റീനയിൽ പെന്റഗോണിയൻ കോസ്റ്റിൽ നിന്ന് വാനിഷ് ആയി പോയതാണ്. ഒരു സെഞ്ചുറി ആയിപ്പോ ഹണ്ടിങ്ങും കാരണമാണ് വൺസ് ഫ്ലറിഷ് ആയിരുന്ന ഇവര് പിന്നീട് ഇല്ലാതായി പോയത്. അപ്പോ ഈ സ്പീഷീസ് പതുക്കെ റിക്കവർ ആകാൻ പോവാണ്. അവര് തിരിച്ച് അർജന്റീനയിലേക്ക് തിരിച്ചു വരുന്ന അർജന്റീനിയൻ കോസ്റ്റിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. 1920s 30s ഒക്കെ സമയത്ത് സേ വെയിൽസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഹണ്ടിങ് പ്രഷർ ഫേസ് ചെയ്തിരുന്നു അർജന്റീനിയൻ വാട്ടേഴ്സിൽ. സേ വെയിൽസിന്റെ സയന്റിഫിക് നെയിം ബലിയനോപ്റ്ററ ബൊറിയാലിസ് എന്നുള്ളതാണ്. 3rd ലാർജസ്റ്റ് റോക്ക്വെൽ ആണ്. ബ്ലൂ വെയിലിനും ഫിൻ വെയിലിനും ശേഷം 3ാമത്തെ ലാർജസ്റ്റ് ആയിട്ട് വരുന്നതാണ് സേ വെയിൽസ്. World Wildlife Crime Report 2024, 3rd edition of UN World Wildlife Crime Report 2024 UN Office on Drugs and Crime പുറത്തിറക്കിയിരിക്കുകയാണ്. ഇപ്പൊ എർലിയർ എഡിഷൻ എന്ന് പറയുന്നത് 2016 2020 പബ്ലിഷ് ചെയ്തത്. ഈ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഇല്ലീഗൽ ട്രേഡ് വൈൽഡ് ലൈഫ് സ്പീഷീസിൽ നടക്കുന്നതാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോൺ ആൻഡ് ഫ്ലോറ, അതായത് സൈറ്റ്സിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വൈൽഡ് ലൈഫ് സ്പീഷീസിന്റെ ഇല്ലീഗൽ ട്രേഡ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡാറ്റ പ്രകാരം 162 കൺട്രീസിൽ ഇല്ലീഗൽ ട്രേഡ് നടക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് 2015-21 വരെയുള്ള ആ ഒരു സമയമാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് നോട്ട് ചെയ്യുന്ന പ്രകാരം ഇന്റർസെപ്റ്റഡ് ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡ് എന്ന് പറയുന്നത് എല്ലാ വൈൽഡ് ലൈഫ് കാര്യങ്ങളിലും 2017 മുതൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഫൈൻഡിങ്സ് പ്രകാരം വൈൽഡ് ലൈഫ് ക്രൈംസിന്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 2020 വളരെ പീക്ക് ചെയ്തിരുന്നു. 2021 കൂടുതലായിരുന്നു COVID-19 പാൻഡമിക്കിന്റെ ആ ഒരു സമയത്ത്. വേഴ്സ്റ്റ് അഫക്ട് ചെയ്തത് റൈനോ ഹോൺസിനെയാണ്.
ലാർജസ്റ്റ് ഷെയർ ഓഫ് ഇല്ലീഗൽ വൈൽഡ് ലൈഫ് മാർക്കറ്റ് പോകുന്നത് റൈനോ ഹോൺസിനാണ്. അത് 29%. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പങ്കോളിൻസിന്റെ സ്കെയിൽസ് ആണ് ഇല്ലീഗലി മാർക്കറ്റ് ചെയ്യുന്നത് 28%. പിന്നീട് വരുന്നത് എലഫന്റിന്റെ ഐവറി ആണ് 15%. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ സൈറ്റ്സും കൂടെ എന്താ നോക്കാം. സൈറ്റ്സ് 3rd March 1973 സൈൻ ചെയ്തത്. അത് ഇറ്റ്സ് entered into force on 1st July 1975. അപ്പൊ 184 പാർട്ടീസ്, അതായത് 183 കൺട്രീസും യൂറോപ്യൻ യൂണിയനും ചേർന്നിട്ടാണ് വേൾഡിലെ മോസ്റ്റ് പവർഫുൾ ടൂൾ ആയിട്ടുള്ള വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ ട്രേഡ്, അതായത് 40,900 സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഇന്റർനാഷണൽ ട്രേഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്താണെന്ന് കൂടെ നോക്കാം. ഇതൊരു യുഎന്നിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. 1997 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് UN റിഫോമിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്ന ആണ്, ഓസ്ട്രിയ. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന് പറയുന്നത് മെമ്പർ സ്റ്റേറ്റ്സിന് ഡ്രഗ്സ്, ക്രൈം, ടെററിസം ഇതിനെല്ലാം എതിരെയായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന മെമ്പർ സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ paddler to break top 25 world rankings, now at number 24. മനിക ബാത്ര ആദ്യത്തെ ഇന്ത്യൻ വുമൺ പാഡ്ലർ ആയിരിക്കുകയാണ്. ടോപ്പ് 25 വേൾഡ് റാങ്കിങ്സിൽ വരുന്നത്. മനിക ബാത്രയുടെ റാങ്ക് നമ്പർ 24 ആണ്. പി ശ്യാം നിക്കൽ ഓഫ് തമിഴ്നാടു ബിക്കംസ് ഇന്ത്യസ് 85th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പൊ ആർ വൈശാലി ആയിരുന്നു 84th ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. ഇപ്പൊ വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു ആദ്യത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആവുന്നത് 1988. അതിനുശേഷം 3ഓളം ഫീമെയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് നമുക്ക് ഇപ്പോൾ ഉണ്ട്. കൊനേറു ഹംപി, ദ്രോണവല്ലി ഹരിക, അതുപോലെ ആർ വൈശാലി. ജപ്പാൻ വിൻസ് ഇറ്റ്സ് മെയ്ഡൻ സുൽത്താൻ അസ്ലാൻ ഷാ ഹോക്കി ട്രോഫി. ഇപ്പൊ ജപ്പാൻ മെയ്ഡൻ സുൽത്താൻ അസ്ലാൻ ഷാ ഹോക്കി ട്രോഫി വിൻ ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാനെയാണ് ഫൈനലിൽ ഇവർ ഡിഫീറ്റ് ചെയ്തത്. ഈ ഫൈനലിൽ പ്ലേ ചെയ്തത് അസ്ലാൻ ഷാ സ്റ്റേഡിയത്തിലാണ്, ഇപ്പോ മലേഷ്യയിൽ വെച്ചിട്ട് 2024. സുൽത്താൻ അസ്ലാം ഷാ കപ്പ് എന്ന് പറയുന്നത് ഒരു ആനുവൽ ഇന്റർനാഷണൽ മെൻസ് ഫീൽഡ് ഹോക്കി ടൂർണമെന്റ് ആണ്. മലേഷ്യയിൽ വെച്ചിട്ടാണ് നടക്കാറ്. ഇംഗ്ലണ്ട് ക്രിക്കറ്റർ ജെയിംസ് ആൻഡേഴ്സൺ അനൗൺസ്ഡ് റിട്ടയർമെന്റ്. അപ്പൊ ഇംഗ്ലണ്ട് പേസ് ലെജൻഡ് ആയിട്ടുള്ള ജെയിംസ് ആൻഡേഴ്സൺ ഇന്റർനാഷണൽ കരിയറിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്യാണ്. 22 വർഷത്തെ ഒരു ക്രിക്കറ്റ് ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ ഡെബ്യൂട്ട് ചെയ്തത് 2002 ആദ്യത്തെ കളി 2002 കളിക്കുന്നത്. അദ്ദേഹം ഫസ്റ്റ് ഫാസ്റ്റ് ബൗളർ ആണ്. 700 വിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ എടുത്ത ആദ്യത്തെ ആളാണ്. ഒരു ഓവറോൾ എന്ന് പറയുകയാണെങ്കിൽ ആൻഡേഴ്സൺ 3rd ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആണ് ടെസ്റ്റ് ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ. 2 ബൗളേഴ്സ് ആണ്, സ്പിന്നർ ബൗളേഴ്സ് ആണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അത് ഒരാള് മുട്ടിയ മുരളീധരൻ 800, പിന്നെ ഷെയ്ൻ വാർണെ 708. ഓക്കെ, നെക്സ്റ്റ് അഭ കൗത്വ സെറ്റ്സ് നാഷണൽ റെക്കോർഡ് വിന്നിംഗ് ഗോൾഡ് ഇൻ വുമൻസ് ഷോട്ട് പുട്ട് അറ്റ് നാഷണൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് കോമ്പറ്റീഷൻ. അഭ കത്വ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പൊ വുമൻസ് ഷോട്ട് പുട്ടിൽ നാഷണൽ റെക്കോർഡോട് കൂടി തന്നെ ഗോൾഡ് മെഡൽ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവർ ത്രോ ചെയ്ത് 18.41 മീറ്റേഴ്സിലാണ്. ഇപ്പൊ ഈ ഒരു മത്സരം നാഷണൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് കോമ്പറ്റീഷൻ ആണ്, ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് നടന്നത്. നെക്സ്റ്റ് 16th മെയ് നാഷണൽ ഡെങ്കു ഡേ ആണ്. അപ്പോ ഇത് ഡെങ്കുവിനെ കുറിച്ചുള്ള അവയർനെസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊസ്കിറ്റോ ബോൺ ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷനെ കുറിച്ച്, ഡെങ്കു എന്ന് പറയുന്നത് ഒരു മൊസ്കിറ്റോ ബോൺ വൈറൽ ഇൻഫെക്ഷൻ ആണ്, അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇത് ഏകദേശം 100ഓളം കൺട്രീസിൽ ഇത് എൻഡമിക് ആണ്. അപ്പൊ നിയർലി വേൾഡ് പോപ്പുലേഷന്റെ ഹാഫും ഈ ഒരു പർട്ടിക്കുലർ ഡിസീസിന്റെ റിസ്കിലാണ്. ഈ 2024 തീം എന്ന് പറയുന്നത് ഡെങ്കു പ്രിവെൻഷൻ അവർ റെസ്പോൺസിബിലിറ്റി ഫോർ എ സേഫർ ടുമാറോ എന്നുള്ളതാണ്. ഡെങ്കു എന്താന്ന് നോക്കി കഴിഞ്ഞാൽ ഡെങ്കു വൈറസ് ആണ് ഇത് കോസ് ചെയ്തത്. അപ്പൊ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹ്യൂമൻസിലേക്ക് ഇൻഫെക്ട് ചെയ്ത ഫീമെയിൽ ഏഡീസ് ഈജിപ്തി മൊസ്കിറ്റോ വഴിയാണ്. ഇപ്പോ സെവറൽ ഫോം ഓഫ് ഡെങ്കു ഫീവർ ഉണ്ട്. ഡെങ്കു ഹെമറേജിക് ഫീവർ ഉണ്ട്. അത് സീരിയസ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തരം ഡെങ്കു ഫീവർ ആണ്. അതുപോലെ ബ്ലഡ് പ്രഷർ സഡൻ ആയിട്ട് ഡ്രോപ്പ് ആവും, നമുക്ക് ഡെത്തിലേക്ക് വരെ നയിക്കും. ഇപ്പോ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഡെങ്കു വാക്സിൻ ഉണ്ട്, CYD-TDV അല്ലെങ്കിൽ ഡെങ്കു വാക്സിയ എന്ന് പറയും. അത് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ 2019 അപ്രൂവൽ കൊടുത്തിരുന്നു. അപ്പൊ ഫസ്റ്റ് ഡെങ്കു വാക്സിൻ ടു ഗെറ്റ് ദ റെഗുലേറ്ററി നോഡ് ഇൻ ദ US ൽ ആദ്യമായിട്ട് റെഗുലേറ്ററി നോഡ് കടമ്പ കടക്കുന്ന ആദ്യത്തെ ഡെങ്കു വാക്സിൻ ആയിരുന്നു CYD-TDV അല്ലെങ്കിൽ ഡെങ്കു വാക്സിയ എന്ന് പറയുന്നത്.
16th മെയ് ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റും കൂടെ ആയിരുന്നു. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ലൈറ്റ് ഇൻ അവർ ലൈഫ്സ് എന്നുള്ളതാണ്. അപ്പോൾ ലൈറ്റും ലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും നമ്മുടെ വേരിയസ് ഫീൽഡിലും ഏരിയാസിലും, ഇപ്പൊ ആർട്സ് ആയിക്കോട്ടെ, കൾച്ചർ, എഡ്യൂക്കേഷൻ, മെഡിസിൻ, കമ്മ്യൂണിക്കേഷൻ, സയൻസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എല്ലാ ഏരിയാസിലും ലൈറ്റിലും ലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കോൺട്രിബ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് യുനെസ്കോ ആണ് ഇത് ഡെസിഗ്നേറ്റ് ചെയ്തത്. യുനെസ്കോ പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇത് ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തത് മെയ് 16, 2018 ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ലേസറിന്റെ സക്സസ്ഫുൾ ഓപ്പറേഷൻ നടത്തിയതിന്റെ ഒരു ആനിവേഴ്സറി ആണ് ഈ ഒരു ഡേറ്റ്. 1960 ഫിസിസ്റ്റ് ആൻഡ് എഞ്ചിനീയർ ആയിട്ടുള്ള തിയോഡോർ മെയ്മാൻ ആണ് അത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയത്. നെക്സ്റ്റ്, നോബൽ പ്രൈസ് വിന്നിംഗ് ഓതർ Alice Munro dies at 92. So Canadian author ആയിട്ടുള്ള ആലീസ് മുൻറോ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. മോർ ദാൻ 60 years ആയിട്ട് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതുന്ന ഒരു റൈറ്റർ ആണ്. മെയിൻ ആയിട്ട് റൂറൽ കാനഡയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ റൈറ്റിംഗ്സ് എല്ലാം വരുന്നത്. ഇപ്പൊ കാനഡാസ് ചെക്കൗ എന്നാണ് മുൻറോ അറിയപ്പെടുന്നത്. അവർക്ക് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് 2009 കിട്ടിയിട്ടുണ്ട്. 2013 13th വുമൺ ഓവറോളില് നോക്കുകയാണെങ്കിൽ 13 പേർക്കാണ് മൊത്തം ആ സമയത്ത് നോബൽ പ്രൈസ് കിട്ടിയിരുന്നത് ലിറ്ററേച്ചറിൽ. അതിൽ ആദ്യത്തെ കനേഡിയൻ വുമൺ കൂടെ ആയിരുന്നു നമ്മുടെ ആലിസ് മുൻറോ. അപ്പോ 92ാമത്തെ വയസ്സിലാണ് ആലിസ് മുൻറോ മരണമടയുന്നത്. മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് സെലിബ്രേറ്റ്സ് 250 ഫൗണ്ടേഷൻ ഡേ. അപ്പൊ മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് 250ാമത്തെ ഫൗണ്ടേഷൻ ഡേ മെയ് 14, 2024 അവർ സെലിബ്രേറ്റ് ചെയ്തു. ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത് പ്രിസൈഡ് ചെയ്യുന്നത് ഡിഫൻസ് സെക്രട്ടറി ശ്രീ ഗിരിന്ദർ അറാംനെയാണ്. അപ്പൊ ഇതൊരു സിഗ്നിഫിക്കന്റ് ഹൈലൈറ്റ് ആണ് ഈ ഒരു സെലിബ്രേഷൻ ഡേ എന്ന് പറയുന്നത്. അതായത് ലോഞ്ച് ഓഫ് എ ഒരു പ്രോട്ടോടൈപ്പ് ലോഞ്ച് ചെയ്തു മിഡ്ഗെറ്റ് സബ്മറൈൻ ആയിട്ടുള്ള അറോറാന. ഇത് ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത MDL തന്നെയാണ്. സബ്മറൈൻ പ്രോട്ടോടൈപ്പ് ആണ് ഇത്. ഇന്ത്യയുടെ ഇൻഡിജീനിയസ് സബ്മറൈൻ ഡെവലപ്മെന്റിൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയായിരിക്കും. ഇപ്പൊ മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, അതിനെ മസാഗോൺ ഡോക്ക് ലിമിറ്റഡ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. പ്രീമിയർ വാർ ഷിപ്പ് ബിൽഡിംഗ് യാർഡ് ഇവരുടെ യാർഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്, മഹാരാഷ്ട്ര. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത 18th സെഞ്ച്വറിയിലാണ്, 1774 ബ്രിട്ടീഷ് എറയുടെ സമയത്ത്. ഇതിന്റെ നാഷണലൈസേഷൻ വരുന്നത്, ഈ ഷിപ്പ്യാർഡ് നാഷണലൈസ് ചെയ്തത് 1960 ഇതിപ്പോ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലാണുള്ളത്. CMD സഞ്ജീവ് സിൻഹാലാണ്. ആദിത്യ L1 ആൻഡ് ചന്ദ്രയാൻ 2 ക്യാപ്ചർ ഇന്ത്യൻ സോളാർ സ്റ്റോം ദാറ്റ് ഹിറ്റ് എർത്ത്. അപ്പൊ ആസ്പെക്സ് പേലോഡ് ഓൺബോർഡ് ചെയ്യുന്നത് ആദിത്യ L1 അവർ ഹൈ സ്പീഡ് സോളാർ വിൻഡ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചർ സോളാർ വിൻഡ് പ്ലാസ്മയും എനർജറ്റിക് അയൺ ഫ്ലക്സ് ഇതുവരെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് 5 സോളാർ സ്റ്റോംസ് എങ്കിലും, കൊറോണൽ മാസ് ഇജക്ഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്, നമ്മുടെ പ്ലാനറ്റിന്റെ പ്രൊട്ടക്റ്റീവ് ഫീൽഡിന് വൺ ആഫ്റ്റർ അതർ ആയിട്ട് ഇങ്ങനെ സ്ലാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെയ് 10 മുതൽ മെയ് 13 വരെയുള്ള ഒരു സമയത്ത്. ഈ CMEs എന്ന് പറയുന്നത് സ്പേസിലേക്ക് ലോഞ്ച് ചെയ്തത് സോളാർ ഫ്ലയേഴ്സിനെ കുറിച്ചും, സിംഗിൾ ആണെങ്കിൽ മാസി സൺസ്പോട്ട്, നെയിം AR-366-4 എന്ന് പറയുന്ന ഇതിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 15 ടൈംസ് എർത്തിനേക്കാളും വൈഡർ ആണ് അത്. അപ്പൊ സോളാർ ഫ്ലയേഴ്സ് എന്ന് പറയുന്നത് ഇന്റൻസ് ബേർസ്റ്റ് ഓഫ് റേഡിയേഷൻ ആണ്. അത് മാഗ്നറ്റിക് എനർജി, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ റിലീസ് ഓഫ് മാഗ്നറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് സൺസ്പോട്ടായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് എനർജിയിൽ നിന്നാണ് ഇത് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ലാർജസ്റ്റ് എക്സ്പ്ലോസീവ് ഇവന്റ്സ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ സൺസ്പോട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സണ്ണിന്റെ സർഫസിൽ ഒരു ഏരിയ ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആണ്. അവർക്ക് കൺവെക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സർഫസ് ടെമ്പറേച്ചർ റിഡ്യൂസ് ചെയ്യിക്കാനും സാധിക്കും ഇത് ഫോം ചെയ്യുന്ന ഏരിയാസിൽ. ഈ മാഗ്നറ്റിക് ഫീൽഡ് സഡൻലി റിലൈൻ ചെയ്യും, എന്നിട്ട് അവരൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റേഡിയേഷന്റെ ഫോമിൽ റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സോളാർ ഫ്ലയർ എന്ന് വിളിക്കുന്നത്. ഈ സയന്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് നമ്മൾ സോളാറിന്റെ മാക്സിമം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ആക്റ്റീവ് ഫേസ് ഓഫ് സൺസ് എന്ന് പറയുന്നത് 11 years സോളാർ സൈക്കിൾ ആണ്. മെജോറിറ്റി ഓഫ് ഈ ഫ്ലയേഴ്സും എർത്തിനെ റീസെന്റ് ഹിറ്റ് ചെയ്തതെല്ലാം എക്സ് ക്ലാസ്, അതായത് മോസ്റ്റ് പവർഫുൾ ടൈപ്പ് ഓഫ് സർഫസ് എക്സ്പ്ലോഷൻസ് ആണ്. സണ്ണിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണ് നമ്മൾ ഹിറ്റ് ചെയ്തത്. അപ്പൊ സയന്റിസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സ്റ്റോം എന്ന് പറയുന്നത് സിവിയർ ആകും, G4 ഡിസ്റ്റർബൻസ് ആകും. അതായത് സെക്കൻഡ് ഹയസ്റ്റ് ക്ലാസ് ഓഫ് ജോമെട്രിക്കൽ സ്റ്റോംസിനെയാണ് G4 ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബ്രീഫ്ലി എക്സ്ട്രീം ആയിട്ട് റീച്ച് ചെയ്യുന്നത് G5 സ്റ്റാറ്റസിലേക്ക് എത്തുമ്പോഴാണ്. അത് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ആകും അതിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത്.
CMV ബൊമ്പാർട്ട്മെന്റ് ടെമ്പററിലി വീക്കൻഡ് ആണ് എർത്തിന്റെ പ്രൊട്ടക്റ്റീവ് ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ ഇതുവഴി ചാർജ്ഡ് പാർട്ടിക്കിൾസ് സണ്ണിൽ നിന്നുള്ളത് അറ്റ്മോസ്ഫിയറിൽ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാനും മോളിക്യൂൾസിനെ എക്സൈറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്, ഗ്യാസ് മോളിക്യൂൾസിനെ. അപ്പൊ ഇത് ഇന്റേൺ ആയിട്ട് ഇത് വൈബ്രന്റ് ആയിട്ട് ട്രിഗേർഡ് ചെയ്യും. മൾട്ടി കളർ ആയിട്ടുള്ള ഒറോറാസ് ഒക്കെ നമുക്ക് പല ലാറ്റിറ്റ്യൂഡ്സിൽ കാണാൻ പറ്റും. മെയിൻ ആയിട്ട് എർത്തിന്റെ പോളാർ റീജിയൻസിലാണ് ഇത് നോർമൽ ആയിട്ട് കാണുക. ഇത് ഓൾസോ ഇതിന്റെ ഫലമായിട്ട് ചില മൈനർ പവർ ഗ്രിഡ് ഇറഗുലാരിറ്റീസ് ഒക്കെ നമുക്ക് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ടെമ്പററി ഡിസ്റപ്ഷൻസ് GPS-ലും മറ്റ് സാറ്റലൈറ്റ് സർവീസസിലൊക്കെ ഉണ്ടായിരിക്കും. ISRO പറയുന്നത് ഇതൊരു ബിഗ്ഗസ്റ്റ് ജിയോ മാഗ്നറ്റിക് സ്റ്റോം ആണ് 2003 ശേഷം. ഇതിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അപ്പൊ ഒരു 1859 ശേഷം വരുന്ന വലിയൊരു ഇവന്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒക്ടോബർ 2003 ഇതുപോലൊരു സോളാർ സ്റ്റോം, ഹലോവീൻ സ്റ്റോംസ് എന്ന് പറയുന്ന ഒന്ന് നമ്മളെ സ്വീഡനില് ബ്ലാക്ക് ഔട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് സൗത്ത് ആഫ്രിക്കയിലൊക്കെ പവർ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഡാമേജ് ചെയ്തിരുന്നു. അപ്പൊ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ജിയോ മാഗ്നറ്റിക് സ്റ്റോം എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്തത് കാരിങ്ടൺ ഇവന്റ് ആണ്. അത് സെപ്റ്റംബർ 1859 നടന്നത്. അപ്പൊ ഇതിന്റെ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കറന്റ് സോളാർ സൈക്കിൾ എന്ന് പറയുന്നത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു G4 അല്ലെങ്കിൽ G5 ഡിസ്റ്റർബൻസസ് ആയിട്ട് നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. Center issues first set of citizenship certificates under CAA to 14 applicants. അപ്പോൾ ഓവർ 2 months ആയിട്ട് ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റിന്റെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ 14 പേർക്ക് ഈ ലോ പ്രകാരം സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകി. അപ്പൊ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് 2019 എന്ന് പറയുന്നത് ഡിസംബർ 11, 2019 പാസ് ചെയ്തത്. ഇത് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 അമെന്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. ഇപ്പൊ CAA എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഹിന്ദുസ്, സിഖ്സ്, അതുപോലെ ബുദ്ധിസ്റ്റ്, ജെയിൻസ്, പാഴ്സീസ്, ക്രിസ്ത്യൻസ് ഇത്രയും പേർക്കാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ മുസ്ലിംസിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് who migrated to India before 31st December 2014 owing to religious persecution in Pakistan, Afghanistan and Bangladesh. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും റിലീജിയസ് പെർസിക്യൂഷൻ ഉള്ളത് കൊണ്ട് 31 ഡിസംബർ 2014 മുന്നേ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത മുസ്ലിംസിന് CAA കൊടുക്കുന്നില്ല. China overtakes US as India's largest trading partner in financial year 2024. But China ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ആയിരിക്കുകയാണ് ഫിനാൻഷ്യൽ ഇയർ 2023-24 118.4 ബില്യൺ ആണ് ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത്, ഒരു 2-way കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ US നോക്കുകയാണെങ്കിൽ 118.3 ബില്യൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബയലാട്രൽ ട്രേഡ് എന്ന് പറയുന്നത് ഇന്ത്യ US തമ്മിലുള്ളത് 2023-24 118.3 ബില്യണിൽ എത്തിയുള്ളൂ. ചൈനയാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ US എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ തന്നെയാണ് 2021 മുതൽ 22-23 വരെയും. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ചൈനയിലേക്ക് കൂടിയിട്ടുണ്ട്. 8.7% ആണ് ലാസ്റ്റ് ഫിസിക്കലിൽ വരുന്നത്. അപ്പൊ ഈ മെയിൻ സെക്ടേഴ്സ് ഈ വരുന്നത് ഹെൽത്തി ഗ്രോത്ത് ഇൻ എക്സ്പോർട്ട് വരുന്ന ഇതിൽ വെച്ചാൽ അയേൺ ഓർ, കോട്ടൺ യാൺ, ഫാബ്രിക്സ്, മെയ്ഡപ്സ്, ഹാൻഡ്ലൂംസ്, സ്പൈസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്ലാസ്റ്റിക് ആൻഡ് ലിനോലിയം. ഇപ്പോ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് 3.24% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2023-24 UAE $83.6 ബില്യൺ ആണ്. തേർഡ് ലാർജസ്റ്റ് ഇന്ത്യയുടെ ട്രേഡിംഗ് പാർട്ണർ ആണ്. പിന്നെ വരുന്ന റഷ്യ ആണ് 65.7 ബില്യൺ. നെക്സ്റ്റ് സൗദി അറേബ്യ 43.4 ബില്യൺ. പിന്നെ സിംഗപ്പൂർ ആണ് 35.6 ബില്യൺ. ഹെപ്പറ്റൈറ്റിസ് A ഔട്ട്ബ്രേക്ക് ഇൻ കേരള, 12 ഡെത്ത് സോ ഫാർ, 4 ഡിസ്ട്രിക്ട്സ് ഓൺ അലേർട്ട്. അപ്പൊ കേരളയിൽ വേഴ്സ്റ്റ് ഔട്ട്ബ്രേക്ക് ആണ് ഹെപ്പറ്റൈറ്റിസ് A വൈറസിന്റെ റീസെന്റ് ഇയേഴ്സിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റിൽ തന്നെ 1977 കൺഫേംഡ് കേസസ് ആണ്, 12 ഡെത്തും അതുപോലെ തന്നെ ഫസ്റ്റ് 4.5 months ഈ ഇയറിൽ തന്നെ ഇത്രയും ഡെത്തുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ സ്റ്റേറ്റ് ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് 4 ഡിസ്ട്രിക്റ്റിൽ അലേർട്ട് കൊടുത്തിട്ടുണ്ട്: കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം. അപ്പോൾ മോസ്റ്റ് നമ്പർ ഓഫ് കേസും ഈ ഒരു 4 ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്നത് ഹൈലി കണ്ടാജിയസ് ആയിട്ടുള്ള ഒരു ലിവർ ഇൻഫെക്ഷൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫുഡിലൂടെയും കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡിലൂടെയും വാട്ടറിലൂടെയാണ്. കൂടാതെ ഇൻഫെഷ്യസ് പേഴ്സന്റെ ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെയും ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതൊരു അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്, ഒരു ഷോർട്ട് ടേം ഇൻഫെക്ഷൻ ആണ്, മേ ബി ഒരു ലോങ് ടേം ഇൻഫെക്ഷൻ ആകാം, രണ്ടും പറയാൻ പറ്റും. ജനറലി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹെപ്പറ്റൈറ്റിസ് എയിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ വിത്ത് ഒരു പെർമനന്റ് ലിവർ ഡാമേജ് ഇല്ലാതെ തന്നെ. പക്ഷെ റെയർ കേസസിൽ ഹെപ്പറ്റൈറ്റിസ് എക്ക് ലിവർ ഫെയിലിയർ ഉണ്ടാക്കാൻ സാധിക്കും.
Deepika Padukone becomes the only Indian star to feature on Deadline's Global Disruptors 2024 list. Deepika Padukone Global Disruptors 2024 Deadline Hollywood Magazine report ഓൺലി ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത ഓൺലി ആള് ദീപിക പദുക്കോൺ മാത്രമാണ്. അപ്പൊ ഈ ലിസ്റ്റിനകത്ത് സിഗ്നിഫിക്കന്റ്ലി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലിസ്റ്റിലുള്ളത്. ഈ ഫീച്ചറിൽ ദീപികയെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഇന്ത്യസ് സർപ്രൈസ് സൂപ്പർ സ്റ്റാർ ഹു ഇസ് എ മിഷൻ ടു ബ്രേക്ക് ബൗണ്ടറീസ് ആൻഡ് ടബൂസ് എന്നുള്ളതാണ്. ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചർ ലോഞ്ചസ് ഡിജിറ്റൽ എക്സിബിഷൻ മില്ലറ്റ്സ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചർ ഒരു പുതിയ ഡിജിറ്റൽ എക്സിബിറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മില്ലറ്റ് സീഡ് ഓഫ് ചേഞ്ച് എന്നാണ് അതിന്റെ പേര്. ഇത് ഡൽഹിയില് കൃഷിഭവനിലാണ് അത് നടത്തുന്നത്. അപ്പൊ ഈ എക്സിബിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് നടത്തുന്നത്. ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് മില്ലറ്റ്സ് നമുക്കറിയാം. 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു. അപ്പൊ വേൾഡിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസറും കൂടിയാണ് ഇന്ത്യ. അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഇത്ര ഒരു സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ യുഎന്റെ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയാണ് 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരിക്കണം എന്നുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയത്. ഇനി നേഷൻസ് ബിഗ്ഗസ്റ്റ് സ്കിൽ കോമ്പറ്റീഷൻ ഇന്ത്യ സ്കിൽസ് 2024 ഇനാഗുറേറ്റഡ് ഇൻ ന്യൂഡൽഹി. സോ ഇത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. 4 days ആണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യ സ്കിൽസ് എന്ന് പറയുന്നത് 61 സ്കിൽസ് ആണ് ഇവിടെ വരുന്നത്. ട്രഡീഷണൽ ക്രാഫ്റ്റ് മുതൽ മോഡേൺ ടെക്നോളജി വരെ ഇതിനകത്ത് കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ട്രെയിൻ ചെയ്ത ആൾക്കാരാണ്. അത് ITIസിൽ നിന്നുള്ളവരുണ്ട്, NSTS നിന്നുള്ളവരുണ്ട്, പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഹൈ ക്വാളിറ്റി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ആൾക്കാരും ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ വിന്നേഴ്സ്, ഇന്ത്യ സ്കിൽസിന്റെ വിന്നേഴ്സിന് ഇൻഡസ്ട്രി എക്സ്പെർട്ടിന്റെ കയ്യിൽ നിന്ന് ട്രെയിനിങ് കിട്ടും. വേൾഡ് സ്കിൽസ് കോമ്പറ്റീഷൻ ഇൻ ലയോൺ ഫ്രാൻസിൽ 2024 സെപ്റ്റംബറിൽ. അപ്പൊ അവർക്ക് ഓവർ 70 കൺട്രീസിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ആയിട്ട് വീണ്ടും ഇന്റർനാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ അതായത് അതിന് വിളിക്കുന്നത് ക്രെൻസിയ എന്നാണ്. അതിലേക്കുള്ള ഒരു പുതിയ ഇൻട്രൊഡക്ഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SBI becomes the first bank as trading clearing members of IIBX. അപ്പോൾ ഫസ്റ്റ് ബാങ്ക് ടു ബിക്കം എ ട്രേഡിംഗ് കം ക്ലിയറിംഗ് മെമ്പർ ഓഫ് ഇന്ത്യൻ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച്. അത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. ഇതിന്റെ മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഇത് SBIയുടെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. SBIയുടെ IFSC ബാങ്കിങ് യൂണിറ്റ് ഗിഫ്റ്റ് സിറ്റിയിൽ കണ്ടക്ട് ചെയ്യുന്ന ട്രേഡ്സ് IIBX പ്ലാറ്റ്ഫോമിലാണ്. അത് ക്ലയൻസിന്റെ ബിഹാഫ് ആയിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ദിനേശ് കുമാർ ഖാരെയാണ്. പൃഥ്വി ശേഖർ won the title in Slovenia Deaf Tennis Open. അപ്പൊ പൃഥ്വി ശേഖർ സ്ലൊവേനിയ ഡഫ് ടെന്നീസ് ഓപ്പണിൽ വിൻ ചെയ്തിരിക്കുകയാണ്. മെൻ സിംഗിൾ കാറ്റഗറിയിലാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. ഏർലിയർ അദ്ദേഹം സിംഗിൾ ടൈറ്റിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡഫ് ചാമ്പ്യൻഷിപ്പിലും അദ്ദേഹം വിൻ ചെയ്തിരുന്നു. 2024 സൂപ്പർ ബിറ്റ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് പോളണ്ട്. അപ്പൊ മാഗ്നസ് കാൾസൺ ആണ് 2024 സൂപ്പർ ബിറ്റ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് പോളണ്ട് വിൻ ചെയ്തിരിക്കുന്നത്. 17th May വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് മെഷർ യുവർ ബ്ലഡ് പ്രഷർ അക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ്, ലീവ് ലോങ്ങർ എന്നുള്ളതാണ്. അപ്പൊ ഈ ഡേ എന്ന് പറയുന്നത് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ലീഗ് ആണ് 14th May 2005. അപ്പൊ 2006 ഈ ഡേ എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്തത് May 17 17th May വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേയും കൂടെയാണ്. ഇത് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനെ ഫൗണ്ട് ചെയ്തതുമായിട്ട് അതിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. 1969 നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇത് ആദ്യം ഇന്റർനാഷണൽ ടെലിഗ്രാഫ് കൺവെൻഷൻ 1865 ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്നോവേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. നാഷണൽ എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ഡേ. ഇപ്പൊ മെയ്യിലെ 3rd Friday ആണ് നമ്മൾ നാഷണൽ എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ ഇത് ഈ വർഷം May 17 ഇപ്രാവശ്യത്തെ തീം നാഷണൽ എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ഡേ സെലിബ്രേറ്റ് സേവിംഗ് സ്പീഷ്യസ് എന്നുള്ളതാണ്. നാഷണൽ എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ഡേ 2006 ഈ എസ്റ്റാബ്ലിഷ് ചെയ്തത്. മെയിൻ ആയിട്ട് എൻഡേഞ്ചേർഡ് സ്പീഷ്യസിന്റെ പ്രൊട്ടക്ഷനും സേഫ്റ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതിന്റെ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ വരുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ഇത് കൊണ്ടുവരുന്നത്. അതായത് അവരുടെ ഒരു ഡാറ്റ പ്രകാരം 45% ഓഫ് ആനിമൽസ്
ഇൻസെക്ട്സ് ആൻഡ് പ്ലാന്റ്സ് ഈ പ്ലാനറ്റിലെ എക്സ്റ്റിങ്ഷന്റെ റിസ്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 16th മെയ് സിക്കിം സ്റ്റേറ്റ്ഹുഡ് ഡേയും കൂടെ ആയിരുന്നു. ഇപ്പോൾ 1975 മെയ് 16 സിക്കിം ഒഫീഷ്യലി ഇന്ത്യയുടെ 22ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ ഈ സിക്കിം സ്റ്റേറ്റ് എന്ന് പറയുന്നത് 36th അമെന്റ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1975 പ്രകാരമാണ് ഫോം ചെയ്തത്. 17th സെഞ്ചുറിയിൽ നംഗ്യാൽ ഡൈനാസ്ട്രിയാണ് കിങ്ഡം ഓഫ് സിക്കിം ഫോം ചെയ്തത്. സുനിൽ ഛേത്രി announces retirement from international football after FIFA World Cup qualifier. അപ്പൊ ഇന്ത്യൻ ഫുട്ബോൾ ഐക്കൺ ആൻഡ് ക്യാപ്റ്റൻ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സുനിൽ ഛേത്രി അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നുള്ള റിട്ടയർമെന്റ് ജൂൺ 6 അദ്ദേഹം ഡിസിഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ച് കുവൈറ്റിനെതിരെ നടന്ന ഒരു ലാസ്റ്റ് ഗെയിമിലാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത്. അപ്പൊ ഛേത്രിക്ക് 39 വയസ്സാണുള്ളത്. അദ്ദേഹം കൺട്രിക്ക് വേണ്ടി 19 വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഡെബ്യൂട്ട് മാച്ചിൽ 2005 അദ്ദേഹം നേടുന്നത്. അപ്പൊ ആ മൊമെന്റ് മുതൽ അദ്ദേഹം തേർഡ് ഹയസ്റ്റ് സ്കോറർ ഓഫ് ഇന്റർനാഷണൽ ഗോൾസ് എന്നുള്ള ഒരു റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആക്റ്റീവ് ഫുട്ബോളേഴ്സിന്റെ ഇടയിൽ. അർജന്റീനയുടെ ലയൺ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം തേർഡ് ഹയസ്റ്റ് സ്കോറർ ഓഫ് ഇന്റർനാഷണൽ ഗോളറാണ് സുനിൽ ഛേത്രി. ഛേത്രി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കുറെ അവാർഡുകൾ വിൻ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദി ഇയർ ടൈറ്റില് ടോട്ടൽ 7 ടൈംസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2007, 11, 13, 14, 17, 18, 19, 21, 22 സീസൺസിലൊക്കെ അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അർജുൻ അവാർഡ് 2011 അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ അവാർഡ് 2019 കിട്ടിയിട്ടുണ്ട്. ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ് 2021 കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഖേൽരത്ന വിൻ ചെയ്ത വൺ ഓഫ് ദി ഫസ്റ്റ് ഫുട്ബോളർ ആണ് അദ്ദേഹം. കൺട്രിയിലെ ഹയസ്റ്റ് അവാർഡാണ് സ്പോർട്ടിംഗ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട്. നീരജ് ചോപ്ര വിൻസ് ഗോൾഡ് ഇൻ ഫെഡറേഷൻ കപ്പ് വിത്ത് ത്രോ ഓഫ് 82.27 meters. ഇപ്പോൾ മെൻസ് ജാവലിൻ ത്രോയില് ഒളിമ്പിക് ചാമ്പ്യൻ ആയിട്ടുള്ള നീരജ് ചോപ്ര ഫെഡറേഷൻ കപ്പ് 2024 അത് ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് നടന്നത്. അതിൽ ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഹിസ്റ്റോറിക് ഗോൾഡ് ആണ്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. പിന്നീട് ഡയമണ്ട് ലീഗ് ചാമ്പ്യൻ 2022 കിട്ടിയിരുന്നു. 2023 വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു. ഏഷ്യൻ ഗെയിംസില് ചൈനയിൽ 2023 ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. ജോർജി മാർട്ടിൻ വിൻസ് 2024 ഫ്രഞ്ച് മോട്ടോജിപി. ഇപ്പൊ മോട്ടോജിപി എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ ഗ്രാൻഡ് പ്രിക്സ് ആണ്. അതിന്റെ ഷോർട്ട് ആണ് മോട്ടോജിപി. അപ്പൊ അതൊരു പ്രീമിയർ ക്ലാസ് ഓഫ് മോട്ടോർ സൈക്കിൾ റോഡ് റേസിംഗ് ഇവന്റ് ആണ്. അത് ഫെഡറേഷൻ ഇന്റർനാഷണലെ ഡി മോട്ടോർ സൈക്ലിംഗ് എന്ന് പറയുന്ന FIM എന്ന് പറയുന്ന ഒരു സ്പോർട്ടിംഗ് ഗ്ലോബൽ ഒരു ബോഡിയുണ്ട്, ഗവർണിംഗ് ബോഡിയുണ്ട്. അവരാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ ആർമി സെറ്റപ്പ് ഹയസ്റ്റ് ടാങ്ക് റിപ്പയർ ഫെസിലിറ്റീസ് ഇൻ ലഡാക്ക്. ഇന്ത്യൻ ആർമി ഒരു 500ഓളം ടാങ്ക്സും ഇൻഫാൻട്രി കോമ്പാക്ട് വെഹിക്കിൾസും ഈസ്റ്റേൺ ലഡാക്കില് ഇന്ത്യ ചൈനയുടെ ഇടയിലുള്ള ഏപ്രിൽ മെയ് 2020 വരെ പോസ്റ്റ് ചൈനീസ് അഗ്രഷന്റെ സമയത്തൊക്കെ അവർ അത് ചെയ്തിരുന്നു. ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഒരു ഹാസ് ക്രിയേറ്റഡ് എ റെക്കോർഡ് ഓഫ് സോർട്ട് ബൈ സെറ്റിംഗ് അപ്പ് 2 of world's highest tank repair facilities in that area to support its operation. അപ്പൊ അവിടുത്തെ ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡിലെ തന്നെ ഹയസ്റ്റ് ടാങ്ക് റിപ്പയർ ഫെസിലിറ്റീസ് ആണ് അവർ കാഴ്ചവെച്ചത്. ഈ മീഡിയം മെയിൻ്റെനൻസ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നിയോമ, അതുപോലെ DPO സെക്ടറിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എലോങ് ചൈന. ഇപ്പൊ വർക്കിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് 14,500 feet ആണ്. പാകിസ്ഥാൻ സക്സസ്ഫുള്ളി ടെസ്റ്റ് പ്രിസിഷൻ ഗൈഡഡ് പട്ടാഖ് 2 റോക്കറ്റ്. അപ്പൊ പാകിസ്ഥാൻ ഒരു സക്സസ്ഫുൾ ട്രെയിനിങ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ആയിട്ടുള്ള പട്ടാഖ് 2. അതിന് ഒരു 400 kilometer റേഞ്ച് വരെ ഹൈ പ്രിസിഷനോട് കൂടി തന്നെ ടാർഗറ്റ്സിനെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. റയർ ട്രീ സ്പീഷീസ് റീഡിസ്കവേർഡ് ആഫ്റ്റർ 140 years in വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ഉനിയാല മൾട്ടിബ്രാസ്റ്റിയേറ്റ എന്ന് പറയുന്ന ഒരു റയർ ട്രീ സ്പീഷീസ് ഉണ്ട്. 140 വർഷത്തോളമായിട്ട് നമുക്ക് ഡിസ്കവർ കാണാനില്ലായിരുന്നു. അത് സാധാരണ കണ്ടിരുന്ന വെസ്റ്റേൺ ഗട്ടിലെ വാഗമൺ ഹിൽസിലായിരുന്നു. പിന്നീട് 140 വർഷങ്ങൾക്ക് ഇപ്പോഴാണ് ഈ ഒരു ട്രീ സ്പീഷീസിനെ റീഡിസ്കവർ ചെയ്യുന്നത്. ഇത് ലോക്കലി അറിയപ്പെടുന്നത് പൂവാങ്കുരുന്നില എന്നുള്ള പേരിലാണ്. ഇത് കോട്ടൺ ഹെയർ പോലെയാണ് ഇത് ബ്ലൂം ചെയ്യുക. ഇതിന്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഒക്ടോബർ ടു ജനുവരി ആ സമയത്താണ്. അപ്പൊ ഇത് നമുക്കറിയാം എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഭാഗത്താണ് ഇത് ഉണ്ടാകുന്നത്. റോക്കി ഗ്രാസ് ലാൻഡ്സിലും കാണും. ഏകദേശം 1200 meter ഹൈറ്റിൽ ആൾട്ടിറ്റ്യൂഡിലാണ് ഇവര് കൂടുന്നതും വളരുന്നതൊക്കെ. ഇതിന്റെ ജീനസ് ഉനിയാല എന്ന് പറയുന്നത് BP ഉനിയാൽ എന്ന് പറയുന്ന ഒരു ടാക്സോണമിസ്റ്റിന്റെ പേരാണ് ഈ ഒരു ജീനസിൽ ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് IIM
Ahmedabad tops India's educational institutions in Center for World University Rankings 2024. അപ്പൊ അക്കോർഡിംഗ് ടു റിപ്പോർട്ട് പ്രകാരം സെന്റർ ഫോർ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് ആണ് ഇത് ഇഷ്യൂ ചെയ്തത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന് ഒരു പെർഫോമൻസ് ബേസ് നോക്കുമ്പോൾ ഒരു ഡൗൺഫോൾ ആണ് ഇന്റൻസിഫൈഡ് ഗ്ലോബൽ കോമ്പറ്റീഷൻ ബേസ് നോക്കുമ്പോൾ. അപ്പൊ 2024 എഡിഷനിൽ ഗ്ലോബൽ 2000 ലിസ്റ്റിൽ 64 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് ഫീച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് ടോപ്പ് റാങ്ക് സെക്യൂർ ചെയ്തു, ബെസ്റ്റ് പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ഇന്ത്യ എന്നുള്ള ഇതില്. 10th റാങ്ക് കിട്ടിയ ഒന്നാണ് IIM അഹമ്മദാബാദ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് 7th റാങ്ക് പോയി, റാങ്ക് 501 ആണ് ഇപ്രാവശ്യം കിട്ടിയത്. നെക്സ്റ്റ്, TCS to set up AI Center of Excellence in Paris. ഇപ്പൊ കൺട്രിയിലെ ലാർജസ്റ്റ് IT സർവീസ് എക്സ്പോർട്ടർ ആണ് TCS. അപ്പൊ അവര് ആദ്യമായിട്ട് ഹ്യൂമൻ സെൻട്രിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ ഓഫ് എക്സലൻസ് ഫ്രാൻസിൽ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അപ്പൊ മെയിൻ ആയിട്ട് എങ്ങനെ AI ഡിസൈൻഡ് ആൻഡ് ഇവോൾവ് ആയിട്ട് ബിസിനസ് എഫിഷ്യൻസീസിനും സൊസൈറ്റിയൽ പ്രയോറിറ്റീസിനൊക്കെ വേണ്ടി അഡ്രസ് ചെയ്യാം, യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ സെന്റർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്, അതുപോലെ ബിൽഡിംഗ് എംപത്തി, മെഷീൻസിലെ എംപത്തി എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, AI പവർ ആർട്സിലും കൾച്ചറിലൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇതെല്ലാമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് ടെസ്റ്റ് ബീഷ് പോർട്ടബിൾ ഹോസ്പിറ്റൽ ഫോർ എയർ ഡ്രോപ്പ് ഇൻ ആഗ്ര. ഇപ്പൊ ഇന്ത്യൻ എയർഫോഴ്സ് ഫീൽഡ് ടെസ്റ്റ് ആരോഗ്യ മൈത്രി ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ടെസ്റ്റ് നടത്തിയിരിക്കുകയാണ് ബീഷ് പോർട്ടബിൾ ഹോസ്പിറ്റലിന് വേണ്ടി. അതായത് എയർ ഡ്രോപ്പ് അത് പെർഫോം ചെയ്തത് എയർ ഡ്രോപ്പ് വഴിയാണ് ഇൻ ആഗ്ര, ഉത്തർപ്രദേശ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് പോർട്ടബിൾ ഹോസ്പിറ്റൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത് പോർട്ടബിൾ ഹോസ്പിറ്റലിനെ എവിടെയും എമർജൻസീസിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം എന്നുള്ളതാണ്. ഭീഷ്മ പോർട്ടബിൾ ക്യൂബ്സ് എന്ന് പറയുന്നത് ബ്രോഡ് ഒരു ഇനീഷ്യേറ്റീവ് ആണ്, പ്രൊജക്ട് ഭീഷ്മിന്റെ ഭാഗമാണ്. ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഫോർ സഹയോഗ് എന്നുള്ളതാണ് ഭീഷ്മ. സഹയോഗ്, ഹിത ആൻഡ് മൈത്രി. അപ്പൊ ഇത് ടൈലർ ചെയ്ത 200 കാഷ്വാലിറ്റീസ്, അപ് ടു 200 കാഷ്വാലിറ്റി ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് റാപ്പിഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോ ഈ ഓൾ യൂണിറ്റ് എന്ന് പറയുന്നത് 72 ഈസിലി ട്രാൻസ്പോർട്ടബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. കൺവെൻഷനലി നമുക്ക് ഹാൻഡിലോ സൈക്കിളിലോ ഇവൻ ഡ്രോണിലോ ക്യാരി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഇപ്പൊ ക്യൂബ്സ് റോബസ്റ്റ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, ലൈറ്റ് ആണ്, വേരിയസ് കോൺഫിഗറേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൈവേഴ്സ് എമർജൻസി സിനേറിയോസിലും ഇവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CMT ഹേമന്ത് ഖാത്രി ഓണേർഡ് വിത്ത് PSU സമർപ്പൺ അവാർഡ്. അപ്പൊ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഹേമന്ത് ഖാത്രിക്ക് ഒരു ഓണർ കിട്ടിയിരിക്കുകയാണ് PSU സമർപ്പൺ അവാർഡ്. അത് ഗവൺമെന്റ് ആണ് ഇത് കൊടുക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ എക്സംപ്ലറി ആയിട്ടുള്ള ലീഡർഷിപ്പിനെ കൺസിഡർ ചെയ്തുകൊണ്ടും ഷിപ്പ്യാർഡിന്റെ ട്രാൻസ്ഫോർമേഷൻ അതിൽ അദ്ദേഹം കൊടുത്ത അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനെ കൺസിഡർ ചെയ്തുകൊണ്ടും ആണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നത്. HSL CMT എന്ന് പറയുന്നത് അതർ PSU കാറ്റഗറി അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. ലോറൻസ് ഹോങ് sworn in as Singapore's first new prime minister in 20 years. So Mr. Wong 51 years old ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ലീ ഹെസീൻ ലൂങ്ങിനെ സക്സീഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആണ്. സിറ്റി സ്റ്റേറ്റ്സ് 4th ലീഡർ ആണ്. ഫസ്റ്റ് ബോൺ ആഫ്റ്റർ സിംഗപ്പൂർസ് ഇൻഡിപെൻഡൻസ് ഇൻ 1965. 1965 സിംഗപ്പൂർ ഇൻഡിപെൻഡൻസിന് ശേഷം ബോൺ ചെയ്ത ആദ്യത്തെ ഒരു വ്യക്തിയാണ് ഇവിടെ പ്രൈം മിനിസ്റ്റർ ആകുന്നത്. അപ്പൊ സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തർമാൻ ഷാൻമുഖർത്തനം ആണ്. NASA appoints new chief for artificial intelligence. അപ്പൊ നാസ ഡേവിഡ് സൽവാഗ്നി ഒരു ഏജൻസിയുടെ ആദ്യത്തെ ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർ ആണ്, AI ഓഫീസർ. അദ്ദേഹത്തിന്റെ കറന്റ് റോള് ചീഫ് ഡാറ്റ ഓഫീസർ ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. NASA captures Yin-Yang crater on Turkey's Mount Nemrut. അപ്പൊ നാസയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു റയർ ഇമേജ്, ഒരു അൺയൂഷ്വൽ ക്രാറ്ററിന്റെ റയർ ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് മൗണ്ട് നെബ്രത്തിലാണ്, അതൊരു വോൾക്കാനോ ആണ്, ടർക്കിയിലുള്ളതാണ്. ഈ ഇമേജ് ഷോക്കേസ് ചെയ്യുന്നത് എൻഡർ ഏരിയ സ്പ്ലിറ്റ് ആയിട്ട് 2 ഹാഫായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഒരു സോൾഡിഫൈഡ് ലാവ റീജിയൻ ഉണ്ട്, പിന്നെ ഒരു ലൈക്ക് യിങ് സിംബൽ ഉള്ള ചൈനീസ് ഫിലോസഫിയിൽ ഒരു യിങ് സിംബൽ ഉള്ള വേറൊരു ലൈക്ക് സംഭവം കൂടെ ആയിട്ട് അങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇത് 9,672 ഫീറ്റ് ഹൈറ്റിലാണ് വരുന്നത്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യൂറേഷ്യൻ ആൻഡ് അറേബ്യൻ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ഒരു ഇന്റർസെക്ഷനിലാണ്. അപ്പൊ നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി
പറയുന്നത് 1650 ഡോർമന്റ് ആയിട്ടുള്ള സ്ട്രാറ്റോ വോൾക്കാനോ മെജോർലി ലാസ്റ്റ് ടൈം ആണ് അത് അപ്പോഴാണ് ഇത് ഇറപ്റ്റ് ചെയ്തത്. 18th May ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്. അപ്പൊ ഈ ഡേ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1977 ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് മ്യൂസിയംസ് പ്രധാനമായിട്ടും സൊസൈറ്റിയിലെ മ്യൂസിയത്തിന്റെ റോള് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് മ്യൂസിയംസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നുള്ളതാണ്. ഈ ഇന്റർനാഷണൽ മ്യൂസിയം ഡേയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ കൾച്ചറൽ എക്സ്ചേഞ്ചിൽ മ്യൂസിയത്തിന്റെ റോള് എങ്ങനെയാണ് എന്നുള്ളത് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൾച്ചറും ഡെവലപ്മെന്റും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും എൻറിച്ച് ചെയ്യാം, പീപ്പിൾസിന്റെ ഇടയിലുള്ള കോർപ്പറേഷനും പീസും ഒക്കെ കൂട്ടുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇന്റർനാഷണൽ മ്യൂസിയത്തിന്റെ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കുന്നത്. സീനിയർ IAS ഓഫീസർ മൗഷുമി ചക്രവർത്തി അസ്യൂംസ് ചാർജസ് ഡയറക്ടർ ജനറൽ ഓഫ് ആകാശവാണി. ഇപ്പൊ സീനിയർ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ആയിട്ടുള്ള മൗഷുമി ചക്രവർത്തി ഡയറക്ടർ ജനറൽ ഓഫ് ആകാശവാണി ആയിട്ട് ചാർജ് എടുക്കാൻ പോവാണ്. സീനിയർ IPS ഓഫീസർ AYV കൃഷ്ണ ആൻഡ് V വേണുഗോപാൽ അപ്പോയിന്റഡ് ആസ് അഡീഷണൽ ഡയറക്ടേഴ്സ് ഇൻ CBI. ഇപ്പൊ CBI പറഞ്ഞ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ മിസ്റ്റർ കൃഷ്ണ അഡീഷണൽ ഡയറക്ടർ ഓഫ് CBI ഒരു 2028 August 6 വരെയുള്ള ടെന്യൂറിലേക്കാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. മിസ്റ്റർ വേണുഗോപാൽ CBIയുടെ അഡീഷണൽ ഡയറക്ടർ ആയിട്ട് May 24, 2027 ടെന്യൂറിലേക്കാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. കപിൽ സിബാൽ ഇലക്ടഡ് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ്. അപ്പൊ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള കപിൽ സിബാൽ സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ ഇലക്ടഡ് പ്രസിഡന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം SCBA ആയിട്ട് 4th ടൈം ആണ് സെർവ് ചെയ്യാൻ പോകുന്നത്. പ്രിന്റ് മീഡിയ വെറ്ററൻ നരേഷ് മോഹൻ ഡൈസ് അറ്റ് 82. ഇപ്പൊ ഡിസ്റ്റിംഗ്വിഷ്ഡ് മീഡിയ വെറ്ററനും ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ആയിട്ടുള്ള നരേഷ് മോഹൻ മരണമടഞ്ഞിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് അറ്റ് ഹിന്ദുസ്ഥാൻ ടൈംസ് ആയിട്ടും യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ടും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആയിട്ടും ഒക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. 1939 ഫൗണ്ട് ചെയ്തത് INS എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ, ഇന്ത്യയിലെ ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെൻട്രൽ ഓർഗനൈസേഷൻ ആണ്. നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്ക്വാഷ് പ്ലെയർ ഇൻഡക്റ്റഡ് ഇൻ ടോപ്സ് വിത്ത് ഐ ഓൺ LA 2028 ഒളിമ്പിക്സ് ഗെയിംസ്. ഇപ്പൊ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിഷൻ ഒളിമ്പിക് സെല്ല് നെക്സ്റ്റ് ജനറേഷൻ സ്ക്വാഷ് പ്ലെയേഴ്സ്, അതായത് അൻഹട്ട് സിംഗ്, അഭയ് സിംഗ്, വേലവൻ സെന്തിൽകുമാർ, ഇവരെല്ലാം ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ഓഫ് ദി ടാർഗറ്റ് ഒളിമ്പിക്സ് പോഡിയം സ്കീമിലേക്ക് ഇൻഡക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സ്ക്വാഷ് പ്ലെയർ എന്ന് പറയുന്നത് ഇൻഡക്റ്റഡ് ഇൻ ടു ടോപ്സ് എന്ന് പറയുന്നത് അതിൽ 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു എഡിഷനിൽ അവരത് ഡെബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 4 years ആയിട്ട് സൗരവ് ഘോസൽ, ദീപിക പല്ലിക്കൽ, അതുപോലെ ജോഷ്ന ചിന്നപ്പ, ഇവരെല്ലാം ഈ പറയുന്ന നെക്സ്റ്റ് ജനറേഷൻ പ്ലെയേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഈ ടോപ്പ് സ്കീം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമാണ്. അപ്പൊ ഇന്ത്യയുടെ ഒളിമ്പിക്സിലുള്ള പാരാ ഒളിമ്പിക്സിലും ഉള്ള പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത് 2014. ഇത് April 2018 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു ടെക്നിക്കൽ ടീം ഒക്കെ വന്നു ഈ ടോപ്സ് അത്ലറ്റ്സിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ അത്ലറ്റ്സിന് വേണ്ട പ്രിപ്പറേഷൻസിന്റെ പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, ഒളിമ്പിക്സിലെ മെഡൽ വിൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ചെയ്തു കൊടുക്കുക എന്നൊക്കെയുള്ളതാണ്. ഇതിന്റെ കൂട്ടത്തിൽ അവർക്ക് ഫോറിൻ ട്രെയിനിങ് കൊടുക്കാം, ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എക്യുപ്മെന്റ്സ് കൊടുക്കുക, കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കാം, മന്ത്ലി ഒരു സ്റ്റൈപ്പൻഡ് ആയിട്ട് 50,000 rupees ഓരോ അത്ലറ്റ്സിനും കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ടോപ്പ് സ്കീമിൽ വരുന്നത്. നോ മൈനിങ് വിത്തിൻ 1 kilometer റേഡിയസ് അറൌണ്ട് ടൈഗർ ഹാബിറ്റേറ്റ്, സുപ്രീം കോടതി ടു രാജസ്ഥാൻ. സോ സുപ്രീം കോർട്ട് രാജസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ് ഒരു ടൈഗറിന്റെ ഹാബിറ്റേറ്റിൽ 1 kilometer റേഡിയസിൽ യാതൊരു തരത്തിലുള്ള മൈനിങ് ആക്ടിവിറ്റീസും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. April 26, 2023 കോർട്ടിൽ ഒരു ജഡ്ജ്മെന്റ് വന്നത്. ഈ മൈനിങ് നാഷണൽ പാർക്കിന്റെ 1 kilometer ബൗണ്ടറിയിൽ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ 1 kilometer ബൗണ്ടറിയിലൊക്കെ പറ്റുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഇത് ആഡ് ചെയ്തുകൊണ്ട് as such the prohibition will be automatically applicable even to the critical tiger reserves എന്നും കൂടെ പറഞ്ഞു. അതായത് ഇത് ഓട്ടോമാറ്റിക്കലി ക്രിട്ടിക്കൽ ടൈഗർ റിസർവിലേക്കും കൂടെ ഇത് അപ്ലിക്കബിൾ ആണ് എന്ന് കോടതി പറഞ്ഞു. അപ്പൊ കോർട്ടിന്റെ ഒരു ഇത് പ്രകാരം സെക്ഷൻ 38(10A) വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 പറയുന്നത് ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഹൈൽ പെഡസ്റ്റൽ ആണ് വൈൽഡ് ലൈഫ് സാങ്ച്വറിനേക്കാളും നാഷണൽ പാർക്കിനേക്കാളും. ഇപ്പൊ സരിസ്ക ടൈഗർ റിസർവ് ആണ് അൽവാർ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആരവല്ലി ഹിൽസിലാണ് വരുന്നത്. ഒരു 800 square kilometer ഏരിയ കവർ ചെയ്യുന്നുണ്ട്.
അപ്പൊ സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് 1955 ഡിക്ലെയർ ചെയ്തത്. പിന്നീട് ടൈഗർ റിസർവ് ആയിട്ട് 1978 ഡിക്ലെയർ ചെയ്തു. ഇത് ഇന്ത്യൻ പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടൈഗർ റിസർവും കൂടെയാണ്. അപ്പൊ വേൾഡിൽ തന്നെ ടൈഗേഴ്സിനെ സക്സസ്ഫുൾ ആയിട്ട് റീലൊക്കേറ്റ് ചെയ്ത ഒരു ഫസ്റ്റ് റിസർവും കൂടെയാണ് സരിസ്ക ടൈഗർ റിസർവ്. ഇന്ത്യ പ്രപ്പോസസ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ 2024. അപ്പൊ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു പുതിയ ലോ, ഒരു ഡിജിറ്റൽ കോമ്പറ്റീഷൻ ലോ ഇത്തരത്തിലുള്ള ടെക് ഗെയിംസ് ഒക്കെ ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ ഒക്കെ സെൽഫ് പ്രിഫറിംഗ് ദെയർ ഓൺ സർവീസസ് എന്നുള്ള ഒരു ഇതിൽ നിന്ന്, അതുപോലെ അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ് ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ട്, ഇതിനെല്ലാം ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ല് അവതരിപ്പിച്ചത്. അപ്പൊ ഈ ലോയുടെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ 2024 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ഇതിന്റെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ആന്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ് എങ്ങനെയാണ് ആക്ച്വലി ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, അതിൽ പ്രോമിസ് ചെയ്യുന്ന ഹെവി പെനാൽറ്റീസ്, അതിന് വേണ്ട എമൗണ്ട്സ്, അത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയിട്ടാണ് വരുന്നത് വയലേഷൻ വന്നു കഴിഞ്ഞാൽ. അതുപോലെ ഇതിന്റെ പ്രപ്പോസൽ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ടിനോട് സിമിലർ ആണ്. ഓക്കെ, അപ്പൊ കറന്റ് ഇന്ത്യ ഒരു എക്സ്പോസ്ഡ് ആന്റി ട്രസ്റ്റ് ഫ്രെയിംവർക്ക് ആണ് ഈ കോമ്പറ്റീഷൻ ആക്ട് 2002 കൺട്രിലാണ് വരുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോമ്പറ്റീഷൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലുള്ള കോമ്പറ്റീഷൻ റെഗുലേറ്റ് ചെയ്യാനും അത് പീനലൈസ് ചെയ്യാനും അതിനുവേണ്ട അതിന്റെ ഒഫൻസസ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അതിന്റെ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രപ്പോസ്ഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള പ്രിവെന്റീവ് പെർസെപ്റ്റീവ് ലോ ആണ്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2024. അപ്പൊ ഈ റാങ്കിങ്സ് ലിസ്റ്റില് വേൾഡ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ 50 years ഓൾഡ് ഓർ യങ്ങർ ആയിട്ടുള്ളതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ഇയറിൽ ഈ റാങ്കിങ്ങിനകത്ത് 670 യൂണിവേഴ്സിറ്റീസ് ഗ്ലോബൽ പല ഭാഗത്തു നിന്നും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. 2 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണ് ടോപ്പ് 100 ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കേരള 81st റാങ്കിലും, അണ്ണ യൂണിവേഴ്സിറ്റി ചെന്നൈ 96th റാങ്കിലും വന്നു. അതുപോലെ നൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും സിംഗപ്പൂരും ആണ് ഇതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്നുള്ള ഒരു റോയിൽ വന്നത്. വെനസ്വേല ബിക്കംസ് ഫസ്റ്റ് കൺട്രി ടു ലോസ് ഓൾ ഗ്ലേഷ്യേഴ്സ്. അപ്പോൾ സൗത്ത് അമേരിക്കൻ നേഷൻ ആണ് വെനസ്വേല. അപ്പൊ ഓൺലി ഒരു റിമൈനിങ് ആയിട്ടുള്ള ഗ്ലേഷ്യർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഹംബോൾട്ട് അല്ലെങ്കിൽ ലാ കൊറോണ എന്ന് പറയും, ആൻഡസിലാണ് അതുള്ളത്. അതും കൂടെ അത് ശരിക്കും ഗ്ലേഷ്യർ എന്ന് പറയാൻ മാത്രമുള്ള സൈസ് ഒന്നും ഇല്ല, അത്ര ചെറുതാണ്, എന്നാലും അതാണ് അവസാനത്തെ ഗ്ലേഷ്യർ. അതും കൂടെ വെനസ്വേലയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോ 6 ഗ്ലേഷ്യേഴ്സ് ആയിരുന്നു ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ 2011 5 ഓൾറെഡി ഡിസപ്പിയർ ആയി, ഇത് 6ാമത്തെയാണ്, ഇതും ഡിസപ്പിയർ ആയി. അപ്പൊ ലാസ്റ്റ് ഗ്ലേഷ്യറിന് ഇതിന്റെയൊക്കെ ഡിസപ്പിയറിംഗിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ആണ്. അതായത് ട്രോപ്പിക്കൽ ആറ്റിറ്റ്യൂഡ്സിൽ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് വന്നു, അത് എർത്തിന്റെ ക്രയോസ്ഫിയറിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തി. അപ്പൊ ഒരു ഗ്ലേഷ്യർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ലാർജ് പെർസിസ്റ്റന്റ് മാസ് ഓഫ് ഐസ് ആണ് ലാൻഡിലുള്ളത്. ഇത് ഇറ്റ്സ് ഓൺ വെയിറ്റിൽ അത് മൂവ് ചെയ്യും. ടിപ്പിക്കലി അത് ഒരു അതിന്റെ അക്യുമുലേഷന്റെ പ്ലേസിൽ നിന്ന് ഔട്ട്വേർഡിലേക്കാണ് ഫ്ലോ ചെയ്യുക. ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് ഇത് ഈ ഏരിയാസ് എന്ന് പറയുന്നത് സ്നോ അക്യുമുലേഷൻ എക്സീഡ്സ് ഇറ്റ്സ് അബ്ലേഷൻ, അതായത് മെൽറ്റിങ്ങും സബ്ലിമേഷനും ഒക്കെ എക്സീഡ് ചെയ്തുകൊണ്ട് സ്നോ അക്യുമുലേറ്റ് ചെയ്യുന്ന, കുറെ വർഷങ്ങളായിട്ട് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് സെഞ്ചുറീസ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ആണ് ഗ്ലേഷ്യേഴ്സ്. Scientists discover 1.5 billion year old giant viruses in Yellowstone National Park. The giant viruses dating back, അതായത് 1.5 billion years മുതലേ ഉള്ള ഒരു പർട്ടിക്കുലർ വൈറസിനെ, ഒരു ജെയിന്റ് വൈറസിനെ യെല്ലോസ്റ്റോൺ ജിയോതെർമൽ സ്പ്രിങ്സിനകത്ത് നിന്ന് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. അപ്പോ എർത്തിലെ ലൈഫ് ഫോം ചെയ്ത ആ ഒരു കണ്ടീഷൻസിനെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ വൈറസസ് എന്ന് പറയുന്നത് ജെയിന്റ് ആണ് എന്ന് പറയാൻ കാരണം എക്സ്ട്രീംലി ലാർജ് ആയിട്ടുള്ള ജീനോംസ് ആണ് മറ്റു വൈറസസിനെ, റെഗുലർ വൈറസസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഹ്യൂമൻസിന് അങ്ങനെ പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഉണ്ടാക്കുന്നുള്ളത് പറയുന്നില്ല. ഇനി യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് കൂടെ എന്താണെന്ന് നമുക്ക് പറയാം. വെസ്റ്റേൺ യുണൈറ്റഡ് നേഷൻസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. വേൾഡിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇത്. മാർച്ച് 1872 യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് വേൾഡിൽ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കായിട്ട് മാറുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ് യെല്ലോസ്റ്റോൺ. കാരണം ഇവിടെ നാഷണൽ ബൗണ്ടറീസ് ഒക്കെ ബിയോണ്ട് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആവുന്നത് 1978 ആൻഷ്യന്റ് ബ്രാഞ്ച് ഓഫ് നൈൽ റിവർ അൺകവേർഡ് നിയർ ഈജിപ്ഷ്യൻ പിരമിഡ്സ്. അപ്പൊ കുറെ വർഷമായിട്ട് ആർക്കിയോളജിസ്റ്റ് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് നിയർ ബൈ വാട്ടർവേസ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാനും സ്റ്റോൺ ബ്ലോക്സിനൊക്കെ വേണ്ടിയിട്ടും അത് പിരമിഡ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത് നിയർ ബൈ വാട്ടർവേസ് ഒക്കെ ആയിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഒരു റിസർച്ച് ടീം യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോളിന
വിൽമിങ്ടണിൽ നിന്നുള്ള റിസർച്ച് ടീം ഡിസ്കവർ ചെയ്തത് ഈ പിരമിഡ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ലോസ്റ്റ് ആൻഷ്യൻ ബ്രാഞ്ച് ഓഫ് റിവർ നൈലിന്റെ ആൻഷ്യൻ ബ്രാഞ്ചിൽ നിന്നാണ്. അതിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവര് ഇത്തരത്തിലുള്ള പിരമിഡ്സ് ഒക്കെ ഉയർത്തിയത്. ഇത് ഡിസേർട്ടിന്റെ അണ്ടറിൽ, ഫാംലാൻഡിന്റെ അണ്ടറിൽ ഹിഡൻ ആയിട്ട് കിടക്കുകയാണ് ഇപ്പോ. ഈ റിവർ ബ്രാഞ്ച് എന്ന് പറയുന്നത് അഹ്റാമത്ത് ബ്രാഞ്ച് എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അഹ്റാമത്ത് എന്ന് പറഞ്ഞാൽ പിരമിഡ്സ്, അറബിക്കില് പിരമിഡ്സ് എന്നാണ് അതിന്റെ അർത്ഥം. റഫ്ലി ഒരു 64 കിലോമീറ്റർ, അതായത് 39 മൈൽസ് ലോങ് ആണ്. 200 മീറ്റർ വരെ വൈഡ് ആയിട്ടാണ് ഇപ്പൊ ഇത് കിടക്കുന്നത്. അപ്പൊ അഹ്റാമത്ത് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു 31 പിരമിഡ്സിന്റെ അടുത്തൂടെയൊക്കെ പോകുന്നുണ്ട്. ഐക്കോണിക് ഗിസ പിരമിഡ് കോംപ്ലക്സിന്റെ ഇൻക്ലൂഡിങ് അതിന്റെ അടുത്തൂടെയൊക്കെ സ്റ്റാഗർ ചെയ്യുന്നുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ റിവറിന്റെ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് വളരെ വൈറ്റൽ ആണെന്നാണ്. റിവർ നൈൽ എന്ന് പറയുന്നത് ആൻഷ്യൻ ഈജിപ്ഷ്യൻസിന്റെ ഒരു ലൈഫ് ലൈൻ ആയിരുന്നു. ഇപ്പോഴും അത് റിമൈനിങ് ചെയ്യുന്നുണ്ട്. ലോങ്സ്റ്റ് റിവർ ആണ് വേൾഡിലെ. ഫാദർ ഓഫ് ആഫ്രിക്കൻ റിവേഴ്സ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. UAE ലോഞ്ചസ് 10-year ബ്ലൂ റെസിഡൻസി വിസ ഫോർ എൻവയോൺമെന്റലിസ്റ്റ്. അപ്പൊ UAE ക്യാബിനറ്റ് ഒരു പുതിയ 10 വർഷ ബ്ലൂ റെസിഡൻസി വിസ ഇൻഡിവിജ്വൽസിന്, അതായത് മെയിൻ ആയിട്ട് എൻവയോൺമെന്റിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എക്സെപ്ഷണൽ കോൺട്രിബ്യൂഷൻ നടത്തിയവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് വരും, ഇന്റർനാഷണൽ കമ്പനീസിലെ മെമ്പേഴ്സ് ഇൻവോൾവ് ആകും, ഇന്റർനാഷണൽ അസോസിയേഷൻസ്, അതുപോലെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിലെയും ഗ്ലോബൽ അവാർഡ് വിന്നേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ വിസ എന്ന് പറയുന്നത് നാഷണൽ ഡയറക്റ്റീവ്സ് അനുസരിച്ചിട്ടാണ് UAE കൊടുക്കുന്നത്. 2024 ഇത് ഡെസിഗ്നേറ്റ് ചെയ്തത്. ഫോൺപേ ലോഞ്ചസ് UPI ഇൻ ശ്രീലങ്ക ഫോർ ഇന്ത്യൻ ടൂറിസ്റ്റ്. ഇപ്പൊ ഫോൺപേ UPI പേയ്മെന്റ് ആക്സെപ്റ്റൻസ് ശ്രീലങ്കയിലും ലങ്ക പേ എന്ന് പറയുന്ന പേരിൽ നാഷണൽ പേയ്മെന്റ് നെറ്റ്വർക്കുമായിട്ട്, ശ്രീലങ്കയുടെ നാഷണൽ പേയ്മെന്റ് നെറ്റ്വർക്കുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഫോൺപേ അവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോ UPI യൂസ് ചെയ്തുകൊണ്ട്, സ്കാനിങ് ചെയ്തുകൊണ്ട് തന്നെ ലങ്ക QR കോഡ് യൂസ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവരുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് INR-ലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പൊ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് അവിടെ ഷോ ചെയ്യും. ഈ അലയൻസ് ഫോൺപേ ആയിട്ടുള്ള ഈ അലയൻസ് എന്ന് പറയുന്നത് ലങ്ക പേയുടെ കൂടെയുള്ള ഈ അലയൻസ് ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ്, NPCയുടെ ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡുമായിട്ട് പാർട്ണർഷിപ്പോട് കൂടിയിട്ടാണ്. വേൾഡ്സ് ഹയസ്റ്റ് കോമ്പറ്റേറ്റീവ് സ്വിമ്മിംഗ് പൂൾ ഓപ്പൺസ് ഇൻ ഭൂട്ടാൻ. വേൾഡിലെ അക്വാട്ടിക്സ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹയസ്റ്റ് കോമ്പറ്റേറ്റീവ് സ്വിമ്മിംഗ് പൂൾ ആണ്. 8200 ഫീറ്റ് ഭൂട്ടാനിലാണ് ഇത്. പൂൾസ് ഫോർ ഓൾ പ്രോഗ്രാം എന്നുള്ളത് ഒരു അക്വാട്ടിക് സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഗ്ലോബൽ ബോഡി ഓഫ് സ്വിമ്മിംഗ് ലോഞ്ച് ചെയ്തത് 2019 ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. ഇത് അക്വാട്ടിക് ഫെസിലിറ്റീസ് എല്ലാ കൺട്രീസിലേക്കും റീജിയനിലേക്കും എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം. ഇപ്പോ ജിഗ്മെ ഗേസാർ നംഗിയൽ വാങ്ചക് is the Druk Gyalpo, the monarch of the Kingdom of Bhutan. അതുപോലെ വേൾഡ് അക്വാട്ടിക്സിന്റെ പ്രസിഡന്റ് ഹുസൈൻ അൽ മുസാലം ആണ്. ആൻമോൾ റോയ്, എ ട്രാൻസ് വുമൺ ക്രൗൺഡ് ആസ് മിസ് പിങ്ക് നേപ്പാൾ 2024 ഇൻ ഖാത്മണ്ഡു. ഇപ്പൊ റായ് എന്ന് പറയുന്നത് നേപ്പാളിനെ റെപ്രസെന്റ് ചെയ്യുന്ന മിസ് ഇന്റർനാഷണൽ ക്യൂൻ 2024 കോമ്പറ്റീഷൻ ഹെൽഡ് ചെയ്തിരിക്കുകയാണ്. തായ്ലൻഡ് വെച്ചാണ് നടക്കാൻ പോകുന്നത്. മിസ് പിങ്ക് ട്രാൻസ് ബ്യൂട്ടി പെഗന്റ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ പെഗന്റ് ആണ്. നേപ്പാളി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ നേപ്പാൾ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയില് സെയിം സെക്സ് മാരേജ് അലോ ചെയ്യുന്ന ഫസ്റ്റ് കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ജെൻഡർ ഇക്വാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നിയമമൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. യുനെസ്കോ റെക്കഗ്നൈസസ് ഫെമിനിസ്റ്റ് ഉത്തോപ്പിയൻ നോവൽ സുൽത്താനാസ് ഡ്രീം ആസ് പാർട്ട് ഓഫ് മെമ്മറി ഓഫ് ദി വേൾഡ്. അപ്പൊ സുൽത്താനാസ് ഡ്രീം, ദ യൂത്തോപ്പിയൻ നോവൽ ഓഫ് വേൾഡ് വിതൗട്ട് മെൻ, അതായത് മെൻ ഇല്ലാത്തൊരു വേൾഡിനെ കുറിച്ചുള്ള ഒരു നോവലാണ്. ബംഗാളി ഓതർ ആയിട്ടുള്ള ഭീഗം റൊഖേയ ഷഖാവത്ത് ഹൊസൈൻ ആണ് അത് എഴുതിയത് 1905 ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത്. അന്ന സമയത്ത് ബംഗ്ലാദേശ് ഇല്ല. അപ്പോ യുനെസ്കോ അത് റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ്. മെമ്മറി ഓഫ് വേൾഡ് ഏഷ്യ പസഫിക് കമ്മിറ്റിയാണ് അത് റെക്കഗ്നൈസ് ചെയ്തത്. ഈ മെമ്മറി ഓഫ് ദി വേൾഡ് പ്രോഗ്രാം യുനെസ്കോയുടെ എന്തിനു വേണ്ടിയിട്ടാണ് എയിം ചെയ്തതെന്ന് വെച്ചാൽ വേൾഡിലെ ഡോക്യുമെന്ററി ഹെറിറ്റേജസ് പ്രിസർവ് ചെയ്യുക, അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റർ, അതുപോലെ കോൺഫ്ലിക്റ്റിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഏരിയാസ് പർട്ടിക്കുലർലി അവരെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനാഗ്രൽ ആഫ്രിക്ക ക്ലീൻ കുക്കിംഗ് സബ്മിറ്റ് ഹെൽഡ് ഇൻ പാരീസ്. ഇപ്പോ ക്ലീൻ കുക്കിംഗ് ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് more than 1 billion പീപ്പിൾസ് ആഫ്രിക്കയിലെ കറന്റ്ലി
ഫ്യൂവൽസ്, അതായത് ചാർക്കോൾ, വുഡ് പോലുള്ള ഫ്യൂവൽസ് റിലേ ചെയ്യുന്നുണ്ട്. ഈ സബ്മിറ്റ് 1000 ഡെലിഗേറ്റ്സ് ആണ് ഇതിന് പങ്കെടുത്തത്. നിയർലി 60 കൺട്രീസ് എന്നുള്ള ഹെൽത്ത് ആൻഡ് ക്ലൈമറ്റ് ഇമ്പാക്ട്സ്, കുക്കിംഗ് ഓൺ ഓപ്പൺ ഫയർസ് ആൻഡ് ബേസിക് സ്റ്റൗസിലും ഓപ്പൺ ഫയർസിലും കുക്കിംഗ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സും അതിന്റെ ക്ലൈമാറ്റിക് ഡാമേജും അതിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഡാമേജും ഒക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 60ഓളം കൺട്രീസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇത് 2.2 ബില്യൺ ഇൻ പ്ലഡ്ജസ് ഫ്രം ഗവൺമെന്റ്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഇത്രയാണ് റൈസ് ചെയ്യാൻ അവർക്ക് പറ്റിയത്. അപ്പൊ ഫ്യൂവൽസ്, അതായത് അഗ്രികൾച്ചർ വേസ്റ്റും ആനിമൽ ഡങ്ക് പോലുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോസ് ഓഫ് പ്രിമച്യൂർ ഡെത്ത് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിൽ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോസ് പ്രിമച്യൂർ ഡെത്തിന്റെ കോസ് ആയിട്ട് വരുന്നത്. മോസ്റ്റ്ലി സബ് സഹാറൻ വുമൻസിലും ചിൽഡ്രൻസിലുമാണ് ഇത് കാണുന്നത്. നെക്സ്റ്റ്, സ്കോട്ട്ലൻഡ് ക്രിക്കറ്റ് ടീം അൺവീൽസ് 2020 വേൾഡ് കപ്പ് ജേഴ്സി വിത്ത് നന്ദിനി ഡയറി ബ്രാൻഡ് ലോഗോ. അപ്പൊ സ്കോട്ട്ലൻഡ് ക്രിക്കറ്റ് ടീം അവരുടെ പുതിയ ICC 2020 വേൾഡ് കപ്പിന്റെ ജേഴ്സി അൺവീൽ ചെയ്തിരിക്കുകയാണ്. അത് കർണാടക മിൽക്ക് ഫെഡറേഷൻ നന്ദിനി ലോഗോ ആണ് അവരുടെ ജേഴ്സിയിലുള്ളത്. അപ്പൊ നന്ദിനി ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഹൗസ് ഹോൾഡ് നെയിം ആണ് കർണാടകയിലെ. അവരാണ് സ്കോട്ട്ലൻഡിലെയും അയർലൻഡിലെയും ടീംസിന്റെ 2020 വേൾഡ് കപ്പിൽ സ്പോൺസറിങ് വരുന്നത്. ഈ ടൂർണമെന്റ് എന്ന് പറയുന്നത് ബിഗിൻ ചെയ്യുന്നത് June 2 വെസ്റ്റ് ഇൻഡീസിലും USA നടക്കാൻ പോകുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.